नमः परमऋषिभ्यो नमः परमऋषिभ्यः। हरि ओम। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेषु अभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृतां यथा विनिमयो यत्र त्रिसर्गो मृषां धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। कस्मै येन विपासितो यमतुलो ज्ञानप्रदीपः पुरा तद्रूपेण च नारदाय मुनये कृष्णाय तद्रूपिणां योगीन्द्राय तदात्मनाथ भगवद्राताय कारुण्यतः तच्छुद्धं विमलं विशोकम् अमृतं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैः ईश्वरः सद्यो हृद्यवरुध्यते कृतिभिः शुश्रूषिभिस्तक्षणात्। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसम् आलयं मुहुरहो रसिकाः भुवि भावुकाः यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। सर्वत्र गोविन्दनामसङ्कीर्तनं जानकीकान्तस्मरणं जय। हर नमः पार्वतीपतये हर हर महादेव। मल्लियूर भागवतहंസം തിരുമേനിയുടെ ഉപാസനാക്ഷേത്രമായ ഈ മഹാഗണപതി സന്നിധിയിൽ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന ഈ സത്സംഗ മഹോത്സവം ഭാഗവത ഉപാസന അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് സത്സംഗത്തിനായി ഇവിടെ കൂടിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ ധ്രുവചരിത്രം പറയണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ശബ്ദബ്രഹ്മമാണ്.
ശ്രീമദ് ഭാഗവതത്തിനെ ഒരു പുസ്തകം പഠിക്കുന്ന പോലെ നമുക്ക് പഠിച്ച് മാറ്റി വയ്ക്കാൻ ഒക്കില്ല. മള്ളിയൂർ തിരുമേനി ഒരു സമയം പറഞ്ഞു, ഭാഗവതം ഒരു 36 വർഷമെങ്കിലും ഉപാസിക്കണം എന്നാണ്. ഒരു മന്ത്രം ഉപാസിക്കുന്ന പോലെ ഒരു 36 വർഷം എന്ന് വെച്ചാൽ എന്തായി? 12 വർഷങ്ങളായി തീർന്നു അല്ലേ? 36 വർഷമെങ്കിലും ഭാഗവത ഉപാസന ചെയ്യണമെന്നാണ്. ഭഗവത് കൃപ കൊണ്ടാണ് ഭാഗവതത്തിൽ രുചി ഉണ്ടാവുന്നത്, സത്സംഗത്തിൽ രുചി ഉണ്ടാവുന്നത്. ഭാഗവതം തന്നെ പറയണു, ഭഗവാൻ നമുക്ക് കൃപ ചെയ്യുന്നു എന്ന് എങ്ങനെ അറിയും? ഈശ്വര അനുഗ്രഹമുണ്ടോ? ഭഗവാന്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാവുന്നുണ്ടോ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ, സത്സംഗം കിട്ടുന്നുണ്ടോ, ഭാഗവത ശ്രവണത്തിനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ടോ, ഭഗവാന്റെ കൃപയുണ്ട്. ഇത് പുറത്തു നിന്നുള്ളത്. അകമയ്ക്ക് നമുക്കതിലൊരു ശ്രദ്ധയുണ്ടോ, നമുക്ക് കേൾക്കണം തോന്നുന്നുണ്ടോ, ഒരു രുചി വരണുണ്ടോ, ഇത് അകത്തുനിന്നുള്ള കൃപ. ആചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി എന്നാണ്. പുറമേക്ക് ആചാര്യനായിട്ടും ഗ്രന്ഥമായിട്ടും അർച്ചാവതാരമൂർത്തിയായിട്ടുമൊക്കെ പുറത്തു വരും. അകമയ്ക്ക് ഭക്തിയായിട്ടും ശ്രദ്ധയായിട്ടും അറിയാനുള്ള ആഗ്രഹമായിട്ടും മുമുക്ഷുത്വമായിട്ടും ഭഗവത് ഭക്തിക്കുള്ള ഒരു ദാഹം വിശപ്പായിട്ടും ഒക്കെ ഉള്ളിൽ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അറിഞ്ഞുകൊള്ള ഭഗവാന്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമായിരിക്കും. ജിജ്ഞാസ അതാണ്. ഭാഗവതം ആരംഭിക്കുമ്പോഴേ പറയണത് അതാണ്. ധർമ്മം, അർത്ഥം, കാമം ഇതിനൊക്കെ തന്നെ ഫലം ബ്രഹ്മജിജ്ഞാസയാണ്, തത്വജിജ്ഞാസയാണെന്ന്. ആ തത്വജിജ്ഞാസ ഉള്ളിൽ ഉദയം ചെയ്യുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഭക്തിയിലോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഭക്തിയിലോ ജ്ഞാനത്തിലോ യോഗത്തിലോ രുചി ഉണ്ടാവും. അധ്യാത്മജീവിതത്തിൽ രുചി ഉണ്ടാവുമെന്ന് ആകെ കൂടെ ചേർത്തി പറയാം. നമുക്ക് അധ്യാത്മമായ രുചി ഉണ്ടാവും. അത് ചിലർക്ക് ഭക്തിയുടെ സംസ്കാരമുള്ളവർക്ക് ഭക്തിയിൽ രുചി ഉണ്ടാവും, ജ്ഞാനത്തിൻ്റെ സംസ്കാരമുള്ളവർക്ക് ജ്ഞാനത്തിൽ രുചി ഉണ്ടാവും, യോഗത്തിൻ്റെ സംസ്കാരമുള്ളവർക്ക് യോഗത്തിൽ രുചി ഉണ്ടാവും. ഈ രുചി ഉള്ളിൽ ഉദയം ചെയ്യുന്നത് ഭഗവത് കൃപയാണ്. ഇത്തരത്തിൽ എപ്പോഴാണ് ഒരാൾക്ക് ഭഗവൻ മാർഗത്തിൽ സഞ്ചരിക്കാൻ അനുമതിയുള്ളത്? എപ്പോൾ ഒരാൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാം? ലോകത്തിലൊക്കെ ആളുകൾ പറയും ഇപ്പോഴൊന്നും വേണ്ട, ഒക്കെ വയസ്സായിട്ട് റിട്ടയറായ ശേഷം മതി എന്ന് പറയും. അപ്പോഴേ പാടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെവിയൊന്നും കേൾക്കില്ല, ഒന്നിനും വയ്യാതായി. പ്രഹ്ലാദൻ പറഞ്ഞു, കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഭാഗവതധർമ്മം ആചരിച്ചു തുടങ്ങണം, ഭാഗവതത്തിൽ രുചി തുടങ്ങണം. ദുർലഭം മാനുഷം ജന്മ, ഈ മനുഷ്യജന്മം കിട്ടുന്നതുണ്ടല്ലോ വളരെ ദുർലഭമാണെന്ന്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരാൾക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. ഭഗവാന് തന്നെ മനുഷ്യനായി ഇയാൾക്ക് ഇത്തിരി വിവേകം വെച്ചു എന്ന് കണ്ട് ഭഗവാൻ സൃഷ്ടി ചെയ്തതിലൊരു തൃപ്തി വന്നു അത്രേ. തൈസ്തൈഹി അതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം ഉദമാപദേവ. ബാക്കി മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു, സരീസൃപ പശൂന് ഖഗദംശമത്സ്യാൻ എല്ലാം സൃഷ്ടിച്ചു. തൈഹി അതുഷ്ടഹൃദയ, അതൊന്നും പോരാന്ന് തോന്നി. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്ത് കണ്ടിട്ടാ സന്തോഷിച്ച്? ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഈ മനുഷ്യന് ബ്രഹ്മാവലോകനം ചെയ്യാൻ ആത്മജ്ഞാനത്തിനുള്ള ശക്തി അയാളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ടിട്ട് സന്തോഷിച്ചു. ഇയാളുടെ ബുദ്ധിക്ക് അതീന്ദ്രിയ വിഷയത്തിനെ അറിയാനുള്ള ശക്തിയുണ്ട്, അതീന്ദ്രിയ വിഷയത്തിനെ അന്വേഷിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് കണ്ടിട്ട് ഭഗവാന് സന്തോഷമായത്രേ. അല്ലാതെ നമ്മൾ
റോക്കറ്റ് വിടുമെന്നോ സാറ്റലൈറ്റ് വിടുമെന്നോ ഒക്കെ വിചാരിച്ചിട്ടല്ല. പക്ഷെ നമ്മളിപ്പോൾ അതൊക്കെ നമ്മളുടെ ബുദ്ധി അങ്ങനെയൊക്കെ മഹാസിദ്ധികൾ കാണിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഭഗവാൻ ഉദ്ദേശിച്ചത് ഈ മനുഷ്യന് മുമുക്ഷുത്വമുണ്ടാവും, അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കും, ഭഗവത് സാക്ഷാത്കാരം നേടുമെന്ന് കണ്ട് സന്തോഷിച്ചു. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഏത് വയസ്സിൽ വേണമെങ്കിലും വരാം. ശങ്കരാചാര്യർ 8 വയസ്സിൽ ഗുരുവിനെ അന്വേഷിച്ച് കേരളത്തിൽ നിന്നും മധ്യപ്രദേശിലേക്ക് നടന്നുപോയി. തമിഴ്നാട്ടിൽ ചില മഹാത്മാക്കളെ കൊണ്ട് ജ്ഞാനസംബന്ധരൊക്കെ 3.5 വയസ്സിലാണ് ആ കുട്ടിക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ വയസ്സായിട്ടേ വരുള്ളൂ എന്ന് പറയാൻ വയ്യ. അച്ഛൻ കുട്ടിയും കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശീർകാഴിയിൽ പോയി കുളക്കരയിൽ ഇരുത്തിയിട്ട് കുളത്തിലിറങ്ങി ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കുട്ടി കരയ്ക്കിരുന്ന് കരഞ്ഞു, വിശന്നപ്പോൾ അമ്മയെ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞു. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ വരാട്ടോ കരയണ്ടെന്ന് പറയുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടി കരച്ചിലൊക്കെ നിർത്തി, പ്രസന്നമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ എഴുന്നേറ്റ് വന്ന് കുട്ടിയോട് ചോദിച്ചു, കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ പാല് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, ആരാ പാല് തന്ന്? ആരെങ്കിലുമൊക്കെ തന്നതൊക്കെ വാങ്ങി കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ ഇങ്ങനെ കൈ കാണിച്ച്, നിങ്ങളിപ്പോഴും ആ ശീർകാഴി പോയാൽ അങ്ങനെ ഒരു വിഗ്രഹം കാണാം, ഇങ്ങനെ കൈ കാണിച്ച് പരമേശ്വരനെ കാണിക്കാം. ഒരു പാട്ടും നമുക്ക് ശങ്കരാചാര്യർ അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി എന്ന് പാടിയ പോലെ 3.5 വയസ്സിൽ തമിഴിലൊരു പാട്ട് പാടി. തോടുടയ ചെവിയൻ വിടയേറി ഓർ തൂവെൺ മതിശൂടി കാടുടയ ചുടലൈപ്പൊടി പൂശിയൻ ഉള്ളം കവർ കൾവൻ. എൻ്റെ ഹൃദയത്തിനെ കവർന്നുകൊണ്ട് ആകർഷിച്ചു കൊണ്ടുപോയ ആ ഭഗവാൻ ചെവിയിൽ തോടിട്ടിട്ടുണ്ട്. ഈ തോട് സ്ത്രീകൾ ധരിക്കണ ആഭരണ, പുരുഷൻ ധരിക്കണ ആഭരണമല്ല. പക്ഷേ തോടുടയ ചെവിയും പറയുന്നത് ശിവനെയാണ്, പക്ഷേ ചെവിയിൽ തോടുണ്ടെന്നാണ്. എന്നുവെച്ചാൽ അമ്മയോ ആണ് അച്ഛനോ ആണ്, രണ്ടുമായിട്ട് വന്ന് പാല് കൊടുത്തുന്നു. വിടയേറി ഋഷഭത്തിൽ വന്നു, തൂവെൺമതി തലയിൽ ചന്ദ്രൻ ഭസ്മം എല്ലാം ധരിച്ചു വന്നു, എനിക്ക് പാല് തന്നു എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പോൾ ഈ അനുഭവം ദർശനം ഉണ്ടായത് 3.5 വയസ്സിലാണ്. അപ്പോൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് ഈ ജീവൻ വരുമ്പോൾ ചിലപ്പോൾ ബാല്യത്തിൽ തന്നെ ഭഗവത് കൃപയ്ക്ക് പാത്രമാവും, ഭഗവത് സാക്ഷാത്കാരത്തിന് അധികാരിയായിട്ട് തീരും. അങ്ങനെ അധികാരിയായിട്ട് തീർന്ന ഒരു കുട്ടിയുടെ കഥയാണ് ചതുർത്ഥ സ്കന്ധത്തിൽ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ്, അനുഭവിച്ചിട്ടുള്ള കഥയാണ് ധ്രുവചരിത്രം. ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് കുറേ നേരം ജപിച്ച എല്ലാവരും പറയും, നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ പറയും ധ്രുവനെ പോലെ ഇരിക്കണമെന്ന് പറയും. ഭഗവാൻ രമണ മഹർഷി തിരുവണ്ണാമലയിൽ ഇങ്ങനെ സമാധിസ്ഥിതനായിട്ട് ഇരുന്നപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് അതാണ്, ധ്രുവനെ പോലെ ഒരു കുട്ടി ഇരിക്കണോ എന്നുവെച്ചാൽ ധ്രുവൻ അങ്ങനെ ഒരു തപസ് ചെയ്തു. നോക്കൂ, ഭാഗവതം ആരംഭിക്കുന്നത് ഒരു കുട്ടിയുടെ കഥയാണ് ഭാഗവതം അല്ലേ? കൃഷ്ണൻ തന്നെ കുട്ടിയാണല്ലോ. ഭാഗവതം ആരംഭിക്കുന്നത് വയസ്സായ 2 ആളുകളെ വെച്ചുകൊണ്ടാണ്, കുന്തിയും ഭീഷ്മരും. ആ അമ്മ ആന്തരികമായി ഒരുപാട് വേദനിച്ചു, വിഷമിച്ചു. എന്നിട്ട് ധീരമായിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഇനിയും വിഷമം തരൂ, ഒരു കുഴപ്പമില്ല, കംപ്ലൈൻ്റേ ഇല്ല, എനിക്ക് ഭഗവത് ഭക്തി കിട്ടുമെങ്കിൽ ധാരാളം ഇനിയും ദുഃഖങ്ങളൊക്കെ വന്നാലും ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ ഭീഷ്മരോ ശാരീരികമായ വേദന, ശരീരത്തിൽ ഇഞ്ചിഞ്ച് ശരം കയറിക്കൊണ്ടിരിക്കുകയാണ്, കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിൽ ഭഗവത് ധ്യാനം വിടാതെ നിർത്തിയ 2 മഹാത്മാക്കളുടെ ചരിത്രത്തോടെയാണ് ഭാഗവത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ചതുർത്ഥ സ്കന്ധം വരുമ്പോൾ ഒരു കുട്ടിയുടെ കഥ, ഇനിയിപ്പോൾ സപ്തമസ്കന്ധത്തിൽ ഒരു ഗംഭീരമായി ഒരു ബാലൻ്റെ കഥ, ഗർഭത്തിൽ നിന്ന് ഗർഭശ്രീമാനായ ഒരു ബാലൻ്റെ കഥ, പ്രഹ്ലാദ ചരിത്രം. അപ്പോൾ ധ്രുവചരിത്രം നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർത്തോളണം,
നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഈ സംസ്കാരത്തോടെ, ഈ ഭഗവത് ഭക്തിയോടെ വളർന്നു വരണം എന്നൊരു പ്രാർത്ഥന നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഭാഗവതത്തിൽ രുചിയോടെ, എല്ലാവർക്കും ചെയ്യാവുന്നത് അതാണല്ലോ, ഭഗവൻ നാമത്തിൽ രുചിയോടെ, സത്സംഗത്തിലൊരു ആദരവോടെ. സത്സംഗം ഒന്നിൽ ശ്രവിക്കണം, ശ്രവിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അനുപഠനം ചെയ്യണം, പിന്നെ ധ്യാനം ചെയ്യണം. ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ആദരവുണ്ടായാൽ തന്നെ വലിയ കാര്യമാണ്. ശ്രുതോനുപഠിതോ ധ്യാതഃ ആദൃതോ വാനുമോദിതഃ സദ്യഃ പുനാതി സദ്ധർമ്മഃ ദേവവിശ്വദ്രുഹോപി. ഒരു ആദരവ് വന്നാൽ പോലും ചിത്തശുദ്ധി ഉണ്ടാവും, നിർമ്മലാവും, നൈർമല്യം ഉണ്ടാവും. ചിത്തശുദ്ധിയാണ് അധ്യാത്മജീവിതത്തിന് വളരെ മുഖ്യം. ചിത്തം ശുദ്ധമായാൽ ഭഗവത് സാക്ഷാത്കാരം വളരെ എളുപ്പമാണ്. നമ്മൾ ജപം ചെയ്യുന്നതും പൂജ ചെയ്യുന്നതും ഉപവാസം ഇരിക്കുന്നതും ഒക്കെ ലക്ഷ്യം ചിത്തശുദ്ധിയാണ്. തന്മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ വിശുദ്ധേ സതി ചേതസ്മിൻ മുക്തി കരഫലായത്തെ എന്നാണ്. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ മുക്തി കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ കിട്ടും. അതുകൊണ്ട് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും. ഭാഗവത ശ്രവണം പോലെ ചിത്തശുദ്ധിക്ക് ഉത്തമമായൊരു വഴി ഇല്ല. ശ്രവണം ചെയ്യുന്തോറും ചെവിയിലൂടെ എടുക്കുന്ന രസായനമാണേ ഈ രസായനം. ഇയർ ഡ്രോപ്സ് ചെവിയിലൂടെ ഈ മരുന്നുള്ളിലേക്ക് എടുക്കുകയാണ്. കർണരസായനം എന്നാണ് ഭാഗവതം പറയുന്നത്. ചെവിയിലൂടെ ഉള്ളിലെടുക്കുന്ന രസായനം ഇത് ചിത്തത്തിനെ നിർമ്മലമാക്കും, പരിശുദ്ധമാക്കും. ഭഗവത് കഥ ഭക്തി മാർഗത്തിൽ നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു, കഥാദിഷു അനുരാഗ. ഭഗവത് കഥയിൽ ഒരു അനുരാഗം ഉണ്ടാവുക. നോക്കൂ, വാൽമീകി പോലും രാമായണം എഴുതുന്നതിന് മുമ്പ് കഥയെ നാരദനിൽ നിന്ന് കേട്ടു, രാമകഥ കേട്ടിട്ട് വാൽമീകി ഭരദ്വാജൻ്റെ അടുത്ത് പറയേണ്ട, ആ കഥാശ്രവണത്തിൻ്റെ ഫലം മനസ്സ് നിർമ്മലമായിട്ടിരിക്കും. തമസാ നദി നല്ല തെളിഞ്ഞ ജലത്തോടുകൂടെ പ്രവഹിക്കുന്നു, അടിത്തട്ട് കാണുന്നു. സന്മനുഷ്യ മനോയഥ എന്നാണ്. ഉള്ളിൽ മനസ്സ് ശുദ്ധമാവുമ്പോൾ അടിത്തട്ട് കാണും. നമ്മളുടെ ചിത്തവും ശുദ്ധമാവുമ്പോൾ അടിത്തട്ട് എന്ന് വെച്ചാൽ അധിഷ്ഠാനം, നമ്മളുടെ സ്വസ്വരൂപം നല്ലവണ്ണം പ്രകാശിക്കും. മനസ്സങ്ങോട്ട് തെളിഞ്ഞാൽ മതി, നമുക്ക് പരമാർത്ഥമായ വസ്തു നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്, ഉള്ളിൽ പ്രകാശിക്കും. അതിന് ഉത്തമമായ ഒരു വഴിയാണ് ഭഗവത് കഥാശ്രവണം. കഥാദിഷു അനുരാഗ. ഇവിടെ ചതുർത്ഥ സ്കന്ധത്തിൽ ആരംഭത്തിൽ ദക്ഷയാഗം കഥ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞു? ഇല്ല. ദക്ഷയാഗം കഥ കഴിഞ്ഞു. അവിടെ ദക്ഷയാഗത്തിൽ സാരതമമായ വിഷയം എന്ന് വെച്ചാൽ ഒന്ന് പറയാം നമുക്ക്. ഒരു സ്പർശം എന്താണെന്ന് വെച്ചാൽ സാക്ഷാത് ഭഗവതി തന്നെ ശിവനാമത്തിൻ്റെ മഹിമയെ ദക്ഷൻ്റെ അടുത്ത് പറയുന്നു. യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാത് അഘമാശുഹന്തി. രണ്ടക്ഷരം ശിവ, ഇത്രയും മതി എന്നാണ്. വേദത്തിൽ യജുർവേദം വളരെ മുഖ്യമാണ്, യാഗയജ്ഞാദികളിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ ശ്രീരുദ്രം വളരെ പ്രധാനമാണ്. ശ്രീരുദ്രത്തിന് നമസ്സോമായച്ച എന്ന അനുവാകം വളരെ പ്രധാനം. തത്ര പഞ്ചാക്ഷരീ പുണ്യ, അവിടെ പഞ്ചാക്ഷരം വളരെ മുഖ്യം. തത്രാപി ശിവ ഇതി അക്ഷരദ്വയം എന്നാണ്. അവിടെ ഈ ശിവശിവ 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 ഈ രണ്ട് അക്ഷരം മതി. ഈ ശിവനാമത്തിൻ്റെ മഹിമയെ ദാക്ഷായണി ദേവി ദക്ഷന് ഉപദേശിക്കുന്നു ദക്ഷയാഗത്തിൽ. അത് നമുക്ക് ദക്ഷയാഗത്തിൻ്റെ ഹൃദയസ്ഥാനത്തിലിരിക്കണം. അപ്പോൾ ഭാഗവതത്തിൽ നമുക്ക് ദ്വേഷമൊന്നുമില്ല, ഭക്തിയാണ് ഇവിടെ മുഖ്യം. അങ്ങനെ ശിവമഹിമയെ ദക്ഷയാഗത്തിൽ പറഞ്ഞു. ഭഗവാൻ തന്നെ പറഞ്ഞു, അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം. ഞങ്ങളൊക്കെ ഭേദമില്ലാതെ ഒരേ അദ്വൈതമായ വസ്തു തന്നെയാണ് വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും ഒക്കെ പ്രകാശിക്കുന്നതെന്ന് കഥ പറഞ്ഞു. അത് കഴിഞ്ഞ്
ആ പ്രജാപതികളുടെ വംശം. അതിൽ ഉത്താനപാദനും പ്രിയവ്രതനും, പ്രിയവ്രത ചരിത്രം പഞ്ചമസ്കന്ധത്തിൽ വരുന്നുണ്ട്. ഉത്താനപാദൻ്റെ കുടുംബകഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കഥയൊക്കെ നല്ലവണ്ണം അറിയുന്ന കാര്യങ്ങളാണ്. ഉത്താനപാദന് 2 ഭാര്യമാർ, സുരുചിയും സുനീതിയും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ സുരുചി എന്ന് വെച്ചാൽ വളരെ രുചിയുള്ളത് അല്ലേ, സുനീതി എന്ന് വെച്ചാൽ നിയമം, തപസ്, ഭഗവതാരാധന എന്ന് വെച്ചോളൂ. അപ്പോൾ ഏതാ ഇഷ്ടാവുക എല്ലാവർക്കും? പൊതുവേ എല്ലാവർക്കും രുചിയാണ് വേണ്ടത് അല്ലേ. ഈ ഉത്താനപാദൻ എന്നുള്ളതിന് ഒരർത്ഥം പറയും, ഉത്താന കാല് പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നാണ്, തലകീഴായിട്ട് നിൽക്കുക എന്നർത്ഥം. ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് പ്രാധാന്യം കൊടുത്തില്ല. അപ്പോൾ ഈ ഉത്താനപാദൻ്റെ 2 ഭാര്യമാരാണ് സുരുചിയും സുനീതിയും. സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ, സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. 2 കുട്ടികളുള്ളപ്പോൾ ഭേദം കാണിക്കാൻ പാടില്ല. കുട്ടികളെയൊക്കെ ഒരേപോലെ നോക്കണം, ഒരേപോലെ പ്രിയം കാണിക്കണം. അച്ഛൻ ഉത്താനപാദൻ ഒരു ദിവസം ഉത്തമനെ തൻ്റെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി സാധാരണ തന്നെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ മടിയൊന്നും വേണ്ട, ഒരാൾ കയറിയിരുന്നാൽ മറ്റേ ആൾക്ക് ഉടനെ കയറിയിരിക്കണം എന്ന് ആഗ്രഹം വരും. അപ്പോൾ ഈ കുട്ടി കയറിയിരിക്കണത് കണ്ടതും ധ്രുവൻ ഓടി വന്ന് എനിക്കും ഇരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. കുട്ടികൾ വലിയ വലിയ കാര്യമൊന്നും ആലോചിക്കില്ലല്ലോ, അച്ഛൻ്റെ മടിയിലിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഈ സുരുചി അമ്മ, മനുഷ്യർ വലുതാവും തോറും വിവേകമൊന്നും വയ്ക്കില്ല, രാഗദ്വേഷമാണ് വളരുക. ഉള്ളിൽ മാത്സര്യവും രാഗദ്വേഷവും. കുട്ടികളിതൊന്നും ആലോചിക്കുകയേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ തലയ്ക്ക് കെട്ടിവെക്കും. ആ കുട്ടിയെ വലിച്ച് ചോട്ടിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നവത്സ നിർപ്പതേധിഷ്ണ്യം ഭവാൻ ആരോടുമർഹതി ന ഗൃഹീതോ മയാ യത്വം കുക്ഷാവപി നൃപാത്മജഃ. കുട്ടി, അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് അങ്ങനെ സിംഹാസനത്തിൽ കയറിയിരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗർഭത്തിൽ ജനിച്ചാലേ അത് സാധിക്കുകയുള്ളൂ. അന്യസ്ത്രീ ഗർഭസംഭവം, വേറെ ഏതോ സ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ചതാ താൻ. അതുകൊണ്ട് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തനിക്ക് ഈ ജന്മത്തിൽ സാധിക്കില്ല. തപസാ ആരാധ്യ പുരുഷം, ഒരു ഉപദേശം കൊടുത്തു അമ്മ. തപസാ ആരാധ്യ പുരുഷം തസ്സൈവ അനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം. ചിലപ്പോൾ ഭൂതങ്ങളൊക്കെ നല്ല ഉപദേശം കൊടുക്കും. അമ്മ ദുരുദ്ദേശത്തോടു കൂടിയാണ് സുരുചി പറഞ്ഞതെങ്കിലും പറഞ്ഞത് നല്ല കാര്യമാണ്. ഭഗവാനെ ആരാധിക്കൂ. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കാനായിട്ട്. ഇപ്പോൾ ഭഗവാനെ ആരാധിച്ച ഗർഭത്തിൽ ജനിക്കണ്ടല്ലോ, ഗർഭവാസമേ ആവശ്യമില്ല. എങ്കിലും പറഞ്ഞു, ഭഗവാനെ ആരാധിച്ച് എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കൂ, എന്നിട്ട് രാജാവായിട്ടൊക്കെ ഇരിക്കാം എന്ന് പറഞ്ഞു. കുട്ടി ഇങ്ങനെ കരഞ്ഞ് കണ്ണൊക്കെ തിരുമ്മി കരഞ്ഞുകൊണ്ട് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയായ സുനീതിയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് നോക്കി സന്നവാചം, മിണ്ടില്ല എന്നാണ്, പേടിയാണ്, മിണ്ടില്ല. അപ്പോൾ വളരെ വിഷമിച്ചുകൊണ്ട് ഗദ്ഗദത്തോടുകൂടെ ദണ്ഡഹതോ യഥാഹിഹി, ഒരു കോലുകൊണ്ട് തല്ലിയ സർപ്പം പോലെ, എന്ന് വെച്ചാൽ ക്ഷാത്രവീര്യമാണ്. ആ ക്ഷാത്രവീര്യത്തോടുകൂടെ ജഗാമമാതുഹു പ്രരുദൻ സകാശം, തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഈ ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കണ്ണിൽ കണ്ണീര് നിറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നേരെ ചെന്ന് തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട്, അപ്പോഴേക്കും സുനീതിക്ക് ആരെങ്കിലുമൊക്കെ ചെടികളൊക്കെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കേട്ടോ, ഇതോ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്, അവർക്ക് തന്നെ വലിയ സ്ഥാനമൊന്നുമില്ല അവിടെ, അവർ തന്നെ ഒതുങ്ങിയാണ് കഴിയണത്. ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരെക്കുറിച്ചും അമംഗളം പറയരുത് കുട്ടി. മാ അമംഗളം താത പരേഷു മംസ്ഥാ ഭുങ്ക്തേ
ജനോ യത് പരദുഃഖദസ്തത് സത്യം സുരുച്യാഭീതം ഭവാൻ മേ യത് ദുർഭഗായ ഉദരേ ഗൃഹീതഃ. സുരുചി അമ്മ പറഞ്ഞത് സത്യമാണ്. കാരണം എൻ്റെ ഭാഗ്യം കെട്ട എൻ്റെ ഗർഭത്തിലാണല്ലോ നീ ജനിച്ചത്. ആർക്കും അമംഗളം വരണമെന്ന് ധരിക്കരുത്, ആരോടും മാത്സര്യം വരുത്. ആരാധയ അധോക്ഷജ പാദപദ്മം. അമ്മയും പറഞ്ഞു, നോക്കൂ, ഭഗവാനെ ആരാധിക്കും. ഒരമ്മ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. കുട്ടികളുടെ അടുത്ത് അമ്മ എങ്ങനെയാണ് പറയേണ്ടത്? ഭഗവാനെ പോയി ആരാധിക്കൂ. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയും, ഭാരതത്തിൻ്റെ മാതൃകാ മാതാവ് എന്ന് പറഞ്ഞൊരമ്മയെ പറയും. മദാലസ എന്ന് പറഞ്ഞൊരമ്മ വിഷ്ണുപുരാണത്തിലുണ്ട് ആ കഥ. അതല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് ആ കഥ. ഭാരതത്തിലുണ്ടെന്നാണ് തോന്നണം. ഈ മദാലസ തനിക്ക് ജനിച്ച കുട്ടികളെയൊക്കെ അവർ ജ്ഞാനിയായിരുന്നു. അവർ കുട്ടികളെയൊക്കെ തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാവുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടി 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 കുട്ടികളൊക്കെ ജ്ഞാനികളായിട്ട് തീർന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോൾ പറഞ്ഞു, എന്തിനാ കുട്ടി കരയണത്? കിം നാമരോദിഷി, എന്തിനാ കരയണ? ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായ പരിവർജിതോസി. നിശുദ്ധനാണ്, ബുദ്ധനാണ്, നിരഞ്ജനനാണ്, പ്രപഞ്ചമായേക്ക് നിന്നെ സ്പർശിക്കാൻ പറ്റില്ല കുട്ടി, നീ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളൊക്കെ ജീവൻ മുക്തരായിട്ട് തീർന്നു അത്രയും. അപ്പം അങ്ങനെ ഒരു അമ്മയെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളൊക്കെ പറയും. ഭാഷ്യത്തിൽ പല സ്ഥലത്തും ഭഗവത്പാദർ ഒരു ശ്രുതിവാക്യം ഉദ്ധരിക്കും. ബൃഹദാരണ്യത്തിൽ നിന്ന് മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ വേദ. ആദ്യത്തെ ഗുരു അമ്മയാണേ, പിന്നെയാണ് അച്ഛൻ, പിന്നെയാണ് ആചാര്യൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ ആദ്യം അമ്മ ഒരു കുട്ടിക്ക് നല്ല വഴി കാണിച്ച്, അമ്മ ഒരു കുട്ടിക്ക് അധ്യാത്മമായ ഉപദേശം ചെയ്ത്, അമ്മ ഒരു കുട്ടിയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടാൽ ആ കുട്ടിയുടെ ഉള്ളിൽ അധ്യാത്മം വളരെ ആഴത്തിൽ പോകും. പിന്നെയാണ് അച്ഛൻ. ഭഗവത്പാദർ പോലും അമ്മ ശരീരം വിടുമ്പോൾ ശങ്കരാചാര്യർ വന്നല്ലോ. എന്താന്ന് വെച്ചാൽ ആചാര്യസ്വാമി പറയണു, എൻ്റെ ചെവിയിൽ ആദ്യമായിട്ട് ഗോവിന്ദ, ദാമോദര, മാധവ എന്നൊക്കെ വിളിച്ചത് ഈ അമ്മയാണെന്നാണ്. മുക്താമണിസ്ത്വം നയനം മമേതി ജീവേതി രാജേതി ചിരം സുതത്വം ഇത്യുക്തവത്യാഹ തവ വാചി മാതഃ ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം. ആ അമ്മയാണ് എനിക്ക് വിളിക്കുമ്പോൾ, എന്നെ ലാളിച്ചൊക്കെ വിളിക്കുന്ന സമയത്തും ഭഗവാന്റെ നാമം എൻ്റെ ചെവിയിലിട്ടിട്ടാണ് ഞാൻ അത് കേട്ടുകൊണ്ടാണ് ജനിച്ചത്. തസ്യൈ ജനന്യൈ നമഃ. ആ അമ്മയ്ക്ക് നമസ്കാരം. ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചു വന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയ്ക്ക് ഭഗവത് സാക്ഷാത്കാരം കൊടുത്ത് വിമുക്തയാക്കി തീർത്തു ശങ്കരാചാര്യൻ. ഭഗവാൻ രമണ മഹർഷിയും അങ്ങനെയാണ്. തൻ്റെ അമ്മയെ തൻ്റെ കൂടെ വെച്ച് അമ്മയ്ക്ക് തത്വോപദേശം ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി ചില കൃതികളൊക്കെ രചിച്ചു കൊടുത്തു. ആത്മജ്ഞാന പ്രകാശകമായ കൃതികളൊക്കെ രചിച്ചു. ആ അമ്മ ജ്ഞാനം നേടി ശരീരം വിട്ടു. അപ്പോൾ അമ്മയാണ് മഹർഷിക്കും ആരംഭത്തിൽ ഒരുപാട് കീർത്തനങ്ങൾ, അധ്യാത്മവിദ്യയൊക്കെ പാടി. തമിഴ്നാട്ടിൽ ഈ ആവടയാക്കാൾ എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടുകളൊക്കെ പാടി 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 അതൊക്കെ കേട്ട് കേട്ട് അതിൻ്റെ സംസ്കാരം മഹർഷിയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് അത് തന്നെ കാരണമായിട്ട് തീർന്നു. പിന്നെ ഭാഗവതത്തിൽ നമുക്ക് കപിലോപദേശം, ഭഗവാൻ കപിലൻ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നത് തൃതീയ സ്കന്ധത്തിൽ കണ്ടതാണ്. ഇവിടെ ധ്രുവൻ്റെ കാര്യത്തിലും അങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും അമ്മ പറഞ്ഞു, ഭഗവാനെ ആരാധിക്കൂ കുട്ടി എന്ന്. ആരാധയ അധോക്ഷജപാദപദ്മം യദീച്ഛസേ ധ്യാസനമുത്തമോ യത. അമ്മ വിചാരിച്ചിട്ടുണ്ടാവും കുട്ടി അവിടെ എവിടെയെങ്കിലുമൊക്കെ പൂജാമുറിയിൽ ചെന്നിരിക്കും, നാമം ജപിക്കാനിരിക്കും, മാക്സിമം അത്രയല്ലേ ഉദ്ദേശിക്കുകയുള്ളൂ. പക്ഷെ കുട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. സംസ്കാരം എവിടേക്കാ പോവുക അറിയില്ല. ഭഗവാനെ സാക്ഷാത്കരിക്കണം, ഭഗവാനെ നേരിട്ട് കാണണം, അതിന് തപസ് ചെയ്യണമെന്ന് എവിടെയോ ഉള്ളിൽ കരുതിയിട്ടുണ്ട്.
ആ പൂർവ്വ സംസ്കാരം എവിടെയോ ഉള്ളിലുണ്ട്. പുറപ്പെട്ടു കുഞ്ഞ്. അയാളങ്ങോട്ട് പുറപ്പെട്ടു. ഗുരു എവിടെയാ, വഴി എവിടെ പോകണം ഒന്നും അറിയില്ല. ഇങ്ങനെയാണ് അധ്യാത്മജീവിതം. നിങ്ങളുടെ ഉള്ളിൽ ഉദ്ദേശം വന്നാൽ മതി, ബാക്കിയൊക്കെ ഗുരു വഴിയിൽ വന്നോളും, ശാസ്ത്രം വഴിയിൽ വന്നോളും, പോകേണ്ടത് എവിടെയാണെന്ന് അറിഞ്ഞോളും, മന്ത്രം കിട്ടിക്കോളും. നിങ്ങൾ ഭഗവാനെ വേണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഭഗവാൻ എങ്ങനെ ഉണ്ടാവും, ഭഗവാൻ ആരാണ്, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ശിവമഹിംന സ്തോത്രമുണ്ട്. അതിൽ ആ പുഷ്പദന്തൻ പറയുന്നുണ്ട്, അങ്ങ് ശിവനാണോ വിഷ്ണുവാണോ എന്താണ്, എനിക്കൊരു നിശ്ചയമില്ല. യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. അങ്ങ് എങ്ങനെയുള്ള ആളാണോ അങ്ങനെയുള്ള ആൾക്ക് നമസ്കാരം എന്നാണ്. അപ്പോൾ ആ അതുകൊണ്ടാണ് ഭാഗവതം സത്യം പരം ധീമഹി എന്ന് പറയും. ആ പരമസത്യത്തിനെ ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ വരിച്ചാൽ ഭഗവാൻ നമ്മളെ വരിക്കും. യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്സൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. എനിക്ക് ആത്മജ്ഞാനം വേണമെന്നുള്ള പ്രാർത്ഥന ഉള്ളിലുണ്ടെങ്കിൽ ആത്മാ നമ്മളെ വരിക്കും. എന്നുവെച്ചാൽ നമ്മളെ ആത്മാ വരിച്ചു എങ്ങനെ അറിയും? ഗുരു വരും, ശാസ്ത്രജ്ഞാനം ഉണ്ടാവും, ഗുരു ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ അധ്യാത്മപഥം തുറന്നു കിട്ടും. ഇപ്പോൾ ധ്രുവൻ ആരാണ് തനിക്ക് വഴി കാണിക്കുക ഒന്നും ചിന്തിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, നടന്നു. കുട്ടി ഒന്ന് ആ മനസ്സുകൊണ്ട് ആ ചിത്രം ഒന്ന് കാണണം. ഒരു 5 വയസ്സുള്ള കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു, ഇന്ന സ്ഥലത്തേക്ക് നില്ലാതെ നടന്നു, തനിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭഗവാന് വിഷമായി. ഭഗവാൻ പറഞ്ഞു, നാരദരെ ഒന്ന് പോയി വഴി കാണിക്കും, ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഭഗവാൻ നാരദ മഹർഷിയും ഇങ്ങനെ ആരെയാണ് ഈശ്വരാഭിമുഖമായിട്ട് തിരിച്ചുവിടേണ്ടത് എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവർക്കും ആ ഭഗവൻ മാർഗം കാണിച്ചു കൊടുക്കണം, ഭഗവത് ഭക്തിയുടെ വഴി കാണിച്ചു കൊടുക്കണം. ഇതാണ് നാരദൻ്റെ വ്രതം. അപ്പം ആ വ്രതത്തോടുകൂടെ നാരദൻ പലർക്കും ഉപദേശിച്ചു. പ്രാചീന ബർഹിസ് മുതലായ വയസ്സായ ആളുകൾക്കൊക്കെ ഉപദേശിച്ചു. ഹരീശ്വന്മാർ, ശബളാശ്വന്മാർ മുതലായ ചെറുപ്പക്കാരെയൊക്കെ ഉപദേശിച്ചു. നാരദന് അവിടെ ഒന്നും തൃപ്തി വന്നില്ല. ചെറിയ കുട്ടികളെ ആരെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കുക. ചെറിയ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ഇതപ്പോൾ പോണു ഒരു നരന്ത്, വളരെ ചെറുത്, 5 വയസ്സേ ആയിട്ടുള്ളൂ. ഉപദേശിക്കണം എന്ന് ഭഗവാന്റെ ആജ്ഞ കിട്ടി. നാരദ മഹർഷി പോയി വഴിയിൽ ചെന്ന് നിൽക്കുകയാണ്. ഏവം സഞ്ചൽപ്പിതം മാതുഃ ആകർണ്യാർത്ഥാഗമം വചഃ സംനിയമ്യ ആത്മനാ ആത്മാനം നിശ്ചക്രാമ പിതുഃ പുരാത് നാരദസ്തദുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ട്വാ മൂർധ്നി അഗഘ്നേന പാണിനാ പ്രാഹ വിസ്മിതഃ. വഴിയിൽ നാരദ മഹർഷി ഇങ്ങനെ വന്നു. ഈ കൊച്ചുകുട്ടി നാരദനെ കണ്ടതും വീണ് നമസ്കരിച്ചു. ഭഗവാൻ നാരദരല്ലേ ചോദിച്ചു. എങ്ങനെയാ മനസ്സിലായി? പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്, അമ്മ പറഞ്ഞു തന്നിട്ട്. കയ്യിൽ വീണയുണ്ടാവും, എപ്പോഴും നാരായണ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കരിച്ചു. ഭഗവാൻ നാരദ മഹർഷി ഇങ്ങനെ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തടവിക്കൊടുത്തു. ഈ തമിഴിൽ ഒരു ചൊല്ലുണ്ട്, തലയിൽ തടവുക എന്ന് പറയും. തലയിൽ തടവിയാൽ ഉള്ളിലുള്ളതൊക്കെ എടുത്തു എന്നർത്ഥം. എന്നുവെച്ചാൽ ഉള്ളിലുള്ളതൊക്കെ പോയി. അഗഘ്നേന പാണിന എന്നാണ്. ശിരസിൽ ഹസ്തദീക്ഷയാണ്. ഭഗവാൻ നാരദൻ്റെ കരം ആ ശിരസിൽ സ്പർശിക്കുക എന്നൊക്കെ വെച്ചാൽ അതിനുമേലെ എന്തു വേണം? നാരദ ഭഗവാൻ തലയിൽ കൈവച്ച് അങ്ങനെ സ്പർശിച്ചു. ഉള്ളിലുള്ള വാസനകൾ, സംസ്കാരങ്ങൾ, പാപമൊക്കെ പോയി എന്നാണ്. എന്നിട്ട് ആശ്ചര്യത്തോടു കൂടെ നോക്കുകയാണ്. എന്തൊരു ധൈര്യം, എന്തൊരു വ്യവസായ ബുദ്ധി, എന്തൊരു തീരുമാനം, എന്തൊരു നിശ്ചയം. ഓരോരുത്തർക്ക് 80-85 വയസ്സായ ഡുക്രിഞ്ഞ് കരണെ പറഞ്ഞാൽ വരണില്ല. ഒരു ഭാഗവതം വായിക്കൂ എന്ന് പറഞ്ഞാൽ റെഡിയാവണില്ല, ആയിട്ടില്ല എന്നാണ് പറയണത്. ശതാഭിഷേകത്തിന് ശേഷം പറയാം, ആയിട്ടില്ല കേട്ടോ എന്നാണ്. ഇനിയും കുറേ കാര്യം കിടക്കണോ. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം
തദപിന മുഞ്ചതി ആശാപിണ്ഡം. ശങ്കരാചാര്യർക്ക് തമാശ തോന്നിയെന്ന് തോന്നുന്നു. കുറേ ഡം ഡം, തലയൊക്കെ കഷണ്ടിയായി, വായിൽ പല്ലില്ല, നട്ടും ബോൾട്ടുമൊക്കെ ശരീരത്തിൽ ലൂസായി, എന്നിട്ടും ആശാപിണ്ഡം. ഇനി ഇത് കിട്ടും അത് കിട്ടും, അങ്ങനെ ഇങ്ങനെ. ഒരു വയസ്സായ ആൾ വിൽപ്പത്ര എഴുതി വെച്ചു അത്രേ. വീടും പുരയിടവും ഒക്കെ മക്കൾക്ക് ശേഷം പേരക്കുട്ടിക്ക്, പേരക്കുട്ടിയുടെ കാലം ശേഷം എനിക്കെന്ന്. അത്രയ്ക്ക് ഹോപ്പാണ് ഞാനിങ്ങനെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വയസ്സായാൽ പോലും ഭഗവത് ഭക്തിയിലേക്കോ ജ്ഞാനവിചാരത്തിനോ അധ്യാത്മത്തിനോ ഒന്നും വരണില്ല. നമുക്കിത് കാണാം. ലോകത്തിലിങ്ങനെ ഈ സത്സംഗത്തിന് വരുന്നവരൊക്കെ ഭാഗ്യം ചെയ്തവരാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മൊബൈലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നല്ലാതെ ഒരു ഭാഗവതം വായിക്കാം, ഗീത വായിക്കാം. ചിലപ്പോഴൊക്കെ ചിലർ മഹാഭാഗ്യം ചെയ്ത ആളുകൾ നിരന്തര സത്സംഗത്തിലിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വയസ്സാവുന്നത് കൊണ്ടൊന്നും ഭഗവത് കൃപയ്ക്ക് പാത്രമാവണില്ല. അപ്പോൾ നാരദൻ ഇവിടെ പറയാ, നോക്കൂ, അഹോ തേജ ക്ഷത്രിയാണാം മാനഭംഗമമൃഷ്യതാം ബാലോപ്യയം ഹൃദാധത്തെ യത് സമാതുഹു അസദ്വച. ഈ കൊച്ചുകുട്ടി അമ്മ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് സഹിക്കുവയ്യ, ക്ഷത്രിയ വീര്യം. പക്ഷെ ക്ഷത്രിയ വീര്യം എന്ന് പറഞ്ഞ് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയുമോ, ശണ്ടോ കൂടിയൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. നേരെ ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അതാണ് മഹത്വം. തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ശണ്ട കൂടാനൊന്നും നിൽക്കാതെ ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് പുറപ്പെട്ടു. പക്ഷെ എന്നാലും ക്ഷത്രിയ സ്വഭാവമുണ്ട്. നാധുനാപി അവമാനം തേ സമ്മാനം വാപി പുത്രക ലക്ഷയാമഹ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു. ഇപ്പം തന്നെ കുട്ടി ഈ മാനം അപമാനം ഇതൊന്നും വേണ്ട, സമ്മാനം ഇതൊന്നും വേണ്ട. മനസ്സ് സമനിലയിൽ വെച്ചുള്ള ശാന്തമായിട്ടിരിക്കുക. കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട വയസ്സാണ്. ഈ വയസ്സിൽ അവരെന്നെ ചീത്ത വിളിച്ചു, അപമാനിച്ചു, ഇങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും മനസ്സിൽ ഉള്ളിൽ കയറ്റരുത്. മോഹം കൊണ്ടാണ്, ശരീരാഭിമാനം കൊണ്ടാണ് നമ്മളെ മറ്റുള്ളവർ വല്ലതൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ അഫക്റ്റഡ് ആവണത്. ഈ ശരീരം നമ്മളുടെ സ്വരൂപമല്ല, ഇത് വികല്പമാണ്. വികല്പേ വിദ്യമാനേപ്പി, ഇത് വെറും വികല്പമാണ്. ഇതിലൊന്നും മനസ്സ് വിടരുത്. ഈശ്വരൻ അപ്പപ്പോൾ ജീവിതത്തിൽ എന്തു കൊണ്ടു തരുന്നുവോ അതൊക്കെ സമബുദ്ധിയോടുകൂടെ എടുത്താൽ മനസ്സിന് ശാന്തി വരും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അമ്മ പറഞ്ഞു തന്നത് നല്ലതാണ്. നോക്കൂ, നാരദൻ രണ്ടും പറയുന്നുണ്ട്. ശാന്തമായിട്ട് തിരിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞു. എത്രയോ മുനികൾ ശ്രമിച്ചിട്ട് പോലും നേടാൻ സാധിച്ചില്ല. എങ്കിലും തനിക്ക് സാധിക്കും കേട്ടോ എന്നും പറയുന്നുണ്ട്. തന്നെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കും, എങ്കിലും വേണ്ട, ഇപ്പം തന്നെ വേണ്ട, ഇത്ര ചെറിയ വയസ്സിൽ വേണ്ട. ഈ അധ്യാത്മ ജീവിതത്തിലേക്ക് പൊതുവെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ ഇപ്പോൾ പറയും, ഇപ്പോൾ വേണ്ട കേട്ടോ, തിരിച്ചു പോകും, പോയി പഠിക്കൂ. കുറച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ വയസ്സായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അത്രയേ വൈരാഗ്യമുള്ളൂ. അതുകൊണ്ട് തിരിച്ചയക്കണതാണ് നല്ലത്. അവരെ അധ്യാത്മത്തിൽ വിളിച്ചാൽ ശരിയാവില്ല. തിരിച്ചു പോകും, നിങ്ങൾ പോയിട്ട് പിന്നെ പതുക്കെ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞയക്കണം. പക്ഷേ അതുപോലെയൊക്കെ നാരദ മഹർഷി ഇവിടെ ശ്രമിച്ചു. ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങൾ കൊണ്ടൊക്കെ ഭഗവത് പ്രസാദമായി കരുതിക്കൊണ്ട് ചിത്തം ശാന്തമാക്കി ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. നാരദ മഹർഷി പറഞ്ഞു, ഒന്നും ആ കുട്ടി ഉള്ളിലെടുത്തിട്ടില്ല. കുട്ടി പറഞ്ഞു, അങ്ങ് പറയണതൊക്കെ ബ്രാഹ്മണർക്ക് കൊള്ളാം, ഞാനേ ക്ഷത്രിയനാണ്, ഞാൻ അവിനീതനാണെന്നാണ്. അഥാപി മേ അവിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷ. ഈ ക്ഷത്രിയധർമ്മം ഉണ്ടല്ലോ വളരെ ഘോരമാണ്. എനിക്ക് ഈ അമ്മ പറഞ്ഞത് ഉള്ളിലിങ്ങനെ ശല്യം പോലെ കിടക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് സഹിക്കവയ്യ. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് എനിക്ക് ഉപദേശിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെപ്പോലെയുള്ളവർക്ക് വഴി കാണിക്കാനാണല്ലോ കയ്യിൽ വീണയും പേറി ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കൂ. വിദുതൻ അട്ടത്തെ വീണാം ഹിതാർത്ഥം ജഗത അർക്കവത്ത്. സൂര്യനെ പോലെ സഞ്ചരിക്കുകയാണ് അവിടുന്ന് എന്ന് പറഞ്ഞു. നാരദ മഹർഷിക്ക് മനസ്സിലായി ഈ കുട്ടി തിരിച്ചു പോവില്ല. ശരി, ഉപദേശിച്ചു. പ്രീതഃ പ്രത്യാഹതം ബാലം.
മനസ്സിലൊരു പ്രീതി വന്നു. എന്താണെന്ന് വെച്ചാൽ ഇവന് ഭഗവത് ദർശനം ഉണ്ടാവും. നോക്കൂ, നമ്മളിതൊക്കെ ചരിത്രത്തിൽ പല കഥകളും കാണാൻ കഴിയും. എനിക്കറിഞ്ഞ ചില ആളുകളൊക്കെ തന്നെ ഉണ്ട്, വളരെ ചെറിയ വയസ്സിൽ അധ്യാത്മമാർഗത്തിൽ ഉദ്യമിച്ച് പോയിട്ടുള്ളവർ. ഈ ഇടയ്ക്ക് പോലും ഒരു സ്വാമി 8-9 വയസ്സിൽ സന്യാസമാർഗത്തിൽ പോയതാ. ഇപ്പോൾ 10-40 വയസ്സായി. നല്ല ശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ വളരെ ചെറിയ വയസ്സിൽ ഞങ്ങൾക്ക് ഈ ജീവിതം വേണം, ഈ അധ്യാത്മ ജീവിതം വേണമെന്ന് പോയവരുണ്ട്. ചിലർക്കതൊക്കെ ആരംഭിച്ച് കുറച്ചൊരു 10-16 വയസ്സാവുമ്പോൾ തലതിരിയും. ചിലർക്ക് അങ്ങനെയല്ല, കൊച്ചുകുട്ടിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ നിൽക്കും. ഇപ്പോൾ നചികേതസിൻ്റെ കഥ പറയണ്ടല്ലോ, കുമാരം സന്തം. ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ നചികേതസിന് ശ്രദ്ധ ആവിവേശ, ഉള്ളിൽ ശ്രദ്ധ ഉദിച്ചു. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട ശ്രദ്ധ ഉള്ളിൽ നചികേതസിൻ്റെ അകമേ ഉദിച്ചു. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലൊക്കെ പോയി പ്രസിദ്ധനായിട്ട് തിരിച്ചു വന്നിട്ടില്ല ഭാരതത്തിൽ. അപ്പോൾ കൽക്കട്ടയിൽ ബാക്കി രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരൊക്കെ കൂടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം, അതിലൊരു മഠം ആയിട്ട് ഇവർ ഭിക്ഷയൊക്കെ എടുത്ത് ജീവിക്കാം. അപ്പോൾ ഒരു വലിയ പണക്കാര കുടുംബത്തിലെ ഒരു പയ്യൻ, കാളികൃഷ്ണ എന്നു പേരൊരു പയ്യൻ, ആ കുട്ടിയെ രാമകൃഷ്ണാനന്ദ സ്വാമികൾ, രാമകൃഷ്ണദേവൻ്റെ മറ്റൊരു ശിഷ്യൻ വഴിയിൽ കണ്ടിട്ട് ചോദിച്ചു, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ എന്തോ ആണ്. കണക്ക് നിനക്ക് നല്ലവണ്ണം വരുമോ എന്ന് ചോദിച്ചു. എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ല, എന്നാൽ കണക്ക് പഠിപ്പിച്ചു തരാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കണക്ക് പഠിക്കാൻ തുടങ്ങി. കണക്കൊക്കെ കണക്ക് തന്നെ. കണക്ക് പഠിച്ച് ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹം ഉള്ളിൽ ഉദിച്ചു. എനിക്കും ആ ഭക്തി വരണം, എനിക്കും ഭഗവത് ദർശനം വേണമെന്നും ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായി. ഇതൊക്കെ വലിയ ആശ്ചര്യമുള്ള കാര്യമല്ല. പക്ഷെ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് സന്യസിക്കണം, എനിക്ക് അധ്യാത്മമാർഗത്തിൽ പോകണം. നോക്കൂ, നല്ല ഒരു ആശ്രമം നേരെ ചൊവ്വ ആഹാരം കിട്ടുന്ന സ്ഥലത്തേക്കാണെങ്കിൽ തന്നെ ഒരു അമ്മയും അച്ഛനും പറഞ്ഞേക്കില്ല. അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് അവിടെ പോയിട്ട് അവരുടെ കൂടെ ജീവിക്കണം, എനിക്ക് ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വയ്ക്കണം. ആ അമ്മ ഉണ്ടല്ലോ, കുറച്ച് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ വീട്ടിലുള്ള ജോലിക്കാരനെ വിളിച്ച് ഒരു ബാഗിൽ വേണ്ട വസ്ത്രവും അടുത്ത നേരത്തേക്കുള്ള ആഹാരവും മഠത്തിലേക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ ആയിട്ട് കുട്ടിയുടെ തലയിൽ വെച്ച് പറഞ്ഞേച്ചു. പിന്നീട് രാമകൃഷ്ണ മഠത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. വിവേകാനന്ദ സ്വാമികളുടെ നേരിട്ടുള്ള ശിഷ്യനാണ് സ്വാമി വിരജാനന്ദ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് എടുത്ത് യൂട്യൂബിൽ കാണാം നിങ്ങൾക്ക്. ചെറിയ ക്ലിപ്പ്, വലിയ മഹർഷീശ്വരനെ പോലെ ഉണ്ടാവും കാണാം. മഹാതപസ്വിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന മൃഡാനന്ദ സ്വാമിയും ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തിന് മന്ത്രോപദേശം വാങ്ങിച്ചവരായിരുന്നു. അപ്പോൾ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ ചരിത്രം വരും. എല്ലാം അനുകൂലമായിട്ട്, ചുറ്റും അനുകൂലമായിട്ട് ഈ ചരിത്രം വരും. നിങ്ങൾ അൽമോറ, മായാവതി അവിടെ പോയാൽ, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടതാണ്, ഈ സ്വാമികൾ അവിടെ തപസ് ചെയ്ത സ്ഥലമുണ്ട്. 15 മണിക്കൂർ ഇരുന്ന് ജപം ചെയ്തുകൊണ്ടിരുന്നു, ഒരുപാട് കാലം അവിടെ. ഇങ്ങനെ ഒരു മഹാവൈഭവം ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും, അപൂർവമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു. അതിനൊക്കെ പുറകിലൊരു അമ്മ, ഒരു ഗുരു, ഇവരുടെയൊക്കെ അനുഗ്രഹമുണ്ട്. നാരദ മഹർഷി ബാലനെ നല്ലവണ്ണം അനുഗ്രഹിച്ചു. ദ്വാദശാക്ഷരി മന്ത്രം, വാസുദേവ മന്ത്രം ഉപദേശിച്ചു. നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ഇപ്പോൾ സാധാരണ എല്ലാം പറയാറുണ്ട് നമ്മൾ പുറത്ത്. മുമ്പൊന്നും ആരും അങ്ങനെ പ്രണവത്തോടുകൂടി മന്ത്രത്തിനെ പുറത്ത് ഉച്ചരിക്കില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉച്ചരിക്കുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ നമ്മൾ പൊതുവേ പറയണത് ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശിച്ചു, വാസുദേവ മന്ത്രം ഉപദേശിച്ചു, ഇത്രയേ പറയാവുള്ളൂ.
ഈ വാസുദേവ മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം നാരദ മഹർഷി ഉപദേശിച്ചു. അതിനു വേണ്ട വിധികളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് തപസ്, ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ രൂപം നോക്കൂ, മന്ത്രജപവും ഭഗവാന്റെ രൂപധ്യാനവും ഇതാണ് സാധാരണ ഉള്ള ഉപാസന. ഉപാസന എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദിവ്യരൂപം, അലൗകിക രൂപത്തിനെ ധ്യാനിക്കുക, മന്ത്രം ജപിക്കുക. മന്ത്രജപത്തോടുകൂടെ ധ്യാനം ചെയ്യാം. ഈ മന്ത്രം ബീജമാണ്, വിത്താണ്, മഹാഭാവത്തിനുള്ള ബീജമാണ്. ഭഗവാന്റെ ദിവ്യരൂപമോ അലൗകിക രൂപമോ ധ്യാനത്തിന് ആശ്രയം ആണ്, ഭദ്രമായ മംഗളമായ ആശ്രയമാണ്. ആ രൂപത്തിനെ വർണ്ണിച്ചു കൊടുത്തു. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം. നോക്കൂ, ഈ രൂപം പല വിധത്തിൽ ചെറിയ ചെറിയ ഭേദത്തോടുകൂടെ ഭാഗവതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാത് ഭക്തന്മാർക്ക് എന്തെന്ത് വ്യത്യാസം വേണോ ആ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടെ. ഇപ്പോൾ ഉദാഹരണത്തിന് നാരദ മഹർഷി ഒരു അസുരനെ പറഞ്ഞു വെച്ചു ദ്വാരകയ്ക്ക്, കാലയവനൻ. അയാൾക്കും വർണ്ണിച്ചു കൊടുത്തു കൃഷ്ണനെ. 4 കൈകളോടുകൂടെ ചതുർഭുജനായി വനമാലിയായി അതിസുന്ദര രൂപമായിട്ട് വർണ്ണിച്ചു കൊടുത്തു. ഇയാൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടാവും, കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടാവും, കൃഷ്ണൻ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ദ്വാരകയ്ക്ക് വരണത്. അപ്പം അയാളുടെ മുമ്പിലേക്ക് ഭഗവാൻ ഇങ്ങനെ വരികയാണ്. അയാളിങ്ങനെ കൃഷ്ണനെ അടുത്ത് നിന്ന് കാണുകയാണ്. ഓരോ വർണ്ണനയും നാരദൻ പറഞ്ഞു കൊടുത്തു. അഭിച്ഛദർശനം മുമ്പിൽ കാണുന്നു. വനമാലി അതിസുന്ദര, ആ കൊല്ലാൻ വന്ന ആളാണ്, അയാളെ ആസ്വദിക്കുന്നത് കാണണം നമ്മൾ ഭാഗവതത്തിൽ. വനമാലി അതിസുന്ദര, എന്താണ് ഇത് തന്നെയാണ് കൃഷ്ണൻ, ഞാൻ കൊല്ലാൻ വേണ്ടി വന്ന ആൾ എന്ന് പറഞ്ഞിപ്പോൾ പുറകെ ഓടിക്കുകയാണ്. അതിലെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ അവിടെ ശംഖില്ല, ചക്രമില്ല, ഗതയില്ല. ഇല്ലേ, ഒരു അസുരൻ്റെ മുമ്പിൽ ശണ്ട കൂടാൻ പോകുമ്പോൾ സ്വാമിക്ക് ഇതൊക്കെ കൊടുക്കണ്ടേ? നാരദന് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവൻ എങ്ങനെയാണോ ധ്യാനിച്ചിരിക്കണം അങ്ങനെ വരാൻ പറ്റുള്ളൂ. അയാളുടെ മുമ്പിൽ ചതുർഭുജമൂർത്തിയായിട്ട് ആവിർഭവിച്ചു. അതേപോലെ ധ്രുവൻ്റെ മുമ്പിലും നാരദ മഹർഷി വർണ്ണിച്ചു കൊടുത്ത പോലെ പ്രാണായാമമൊക്കെ ചെയ്തു. പ്രണവത്തോടുകൂടെ പ്രാണായാമമൊക്കെ ചെയ്തു. എന്നിട്ട് മനസ്സിനെ അന്തർമുഖമാക്കി ഭഗവാന്റെ ദിവ്യരൂപം ഇങ്ങനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപദ്മൈ അഭിവ്യക്തചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാൻവിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. നോക്കൂ, നമ്മൾ ഈ കണ്ണുകൊണ്ടാണ് ലോകം കാണുന്നത്. ധ്യാനത്തിന് മന്ത്രം മാത്രം മതി, രൂപമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മന്ത്രമൂർത്തിയും അമൂർത്തികം, മന്ത്രമൂർത്തിയായിട്ട് തന്നെ ഭഗവാനെ ധ്യാനിക്കാം. മന്ത്രത്തിനെ മനസ്സിൽ, മന്ത്രം സ്പന്ദനമാണല്ലോ, മന്ത്രസ്പന്ദനത്തിനെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ധ്യാനമാണ്. മനസ്സിലെ ചിത്തവൃത്തികളൊക്കെ സ്പന്ദനമാണ്. മന്ത്രസ്പന്ദനം ഇങ്ങനെ ഉള്ളിൽ ധരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ധ്യാനമാണ്. അപ്പോൾ മന്ത്രം തന്നെ ഉള്ളിൽ ധരിച്ചു കൊണ്ടിരുന്നാലും ആ ഭാവം ഉണ്ടാവും, ഭഗവത് ഭക്തി ഉണ്ടാവും. അതോടുകൂടെ ഭഗവാന്റെ ദിവ്യരൂപത്തിനെയും ധ്യാനിക്കാനാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. മനോനയനവർദ്ധനം, മനസ്സ് അന്തർമുഖമായി പുറത്ത് കാണുന്നതിനേക്കാളും ദിവ്യമായിട്ട് ഉള്ളിൽ കാണുകയാണ്, അലൗകികമായിട്ട് കാണുകയാണ്. ഇപ്പോൾ ബഹിർദൃഷ്ടി പോയി. നോക്കൂ, നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം എന്തിനാന്ന് വെച്ചാൽ ചിത്തത്തിന് അന്തർമുഖം ആവാൻ വേണ്ടിയിട്ടാണ്. ബഹിർമുഖമായ ചിത്തത്തിന് അധ്യാത്മമായിട്ട് കാര്യമായിട്ടൊന്നും നേടാൻ ഒക്കില്ല. ഒരു യോഗിയുടെ സന്നിധി ആവശ്യം വരുന്നത് ചിത്തത്തിൻ്റെ അന്തർമുഖതയ്ക്ക് വേണ്ടിയിട്ടാണ്. മനസ്സ് അന്തർമുഖമാകാൻ, ഇൻട്രോവേർട്ടഡ് ആവാനായിട്ട് പുറത്തുനിന്നൊരു ശക്തി തള്ളണം അതിനെ ഉള്ളിലേക്ക്. അതാണ് നാരദ മഹർഷി ചെയ്തത്.
മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു, ഭഗവാന്റെ ദിവ്യരൂപവും ഉപദേശിച്ചു കൊടുത്തു. അവസാനം എന്താ, പുറത്തൊന്നും കാണാതായി ഉള്ളിലുള്ള അലൗകികമായ രൂപം, പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന രൂപം, ആ ദിവ്യമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിവ്യരൂപത്തിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ബാലൻ ലോകം മറന്നു. പതുക്കെ 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 എല്ലാം ജയിച്ചു, നിരുദ്ധമായിട്ട് തീർന്നു. ധ്യാനിക്കാനിരുന്ന പലരും പറയും, സ്വാമി ധ്യാനിക്കാൻ പറ്റണ്ടേ? എപ്പോഴാണ് ധ്യാനിക്കുക? 9 മണിക്ക് രാവിലെ. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് അധികമൊന്നും കഴിക്കില്ല, ഒരു 5-6 പുട്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ ഒരു 10 12. പിന്നെ എന്ത് ധ്യാനം ഇല്ലേ? എന്ത് ധ്യാനം? ആഹാരം ഉള്ളിൽ ചെന്നാൽ ധ്യാനവും നടക്കില്ല. ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാസ്മൃതി, സ്മൃതിലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. ആഹാരശുദ്ധമായാലേ സത്വഗുണം ശുദ്ധാവുള്ളൂ. അതും ധ്യാനത്തിന് പറയണത് കഴിച്ച ആഹാരം ജീർണിച്ച് വിസർജനം ചെയ്യേണ്ടതൊക്കെ വിസർജനം ചെയ്ത് നല്ല ലൈറ്റായിട്ട് ഇരുന്നാലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ധ്യാനിക്കാൻ പാടില്ല എന്നാണ്. ഉള്ളിൽ കുഴപ്പമുണ്ടാവും, ധ്യാനിക്കരുത്. അപ്പോൾ പിന്നെ ധ്യാനിക്കുകയാണെന്ന് ഉറക്കവും വരും അല്ലേ? നമുക്ക് സപ്താഹത്തിനൊക്കെ എനിക്കെപ്പോഴും ഇഷ്ടം ഒന്നില്ല ഈ രാവിലെ പ്രഭാഷണം അല്ലെങ്കിൽ വൈകുന്നേരം. ഈ ടിഫിൻ കഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ കാര്യം. പിന്നെയൊക്കെ അവിടെ ജോ അച്യുതാനന്ദ ജോ ജോ മുകുന്ദ വേണം, ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നും ഉള്ളിൽ പോവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ശ്രവണം തന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ധ്രുവൻ പതുക്കെ 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 ആഹാരത്തിനെ നിയമനം ചെയ്തു. ത്രിരാത്രാന്തേ കപിത്തബദരാശന. 3 രാത്രികൾ കൂടുമ്പോൾ, എന്നുവെച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ വിളാമ്പഴം, ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും മനസ്സിലാവണില്ല. അത് കപിത്തം, അതിൻ്റെ ബദരം കഴിച്ച് നല്ല സാത്വികമായ ഫലമാണ്. ഇവിടെയൊക്കെ കിട്ടുമോ? കിട്ടാറുണ്ടോ? നമുക്ക് പാലക്കാടൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ക്രിക്കറ്റ് കോർക്ക് ബോൾ പോലെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവുമോ? പലരും അറിയില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വിളാമ്പഴത്തിൻ്റെ ഇതൊക്കെ കഴിച്ചു. പിന്നെ അല്ലെങ്കിൽ ചെറിയ നമ്മൾ ഡേറ്റ്സ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെയൊക്കെ ചിലതൊക്കെ ഉണക്കി വെച്ചിട്ടൊക്കെയാണ് കഴിക്കുക തപസ് ചെയ്യുമ്പോഴേ. പിന്നെ 2ാമത്തെ മാസം ആകുമ്പോൾ 6 ദിവസം കൂടുമ്പോൾ ഉണങ്ങിയ ഇലകളും മറ്റുമൊക്കെ കഴിച്ച് പുല്ലുമൊക്കെ കഴിച്ച് തപസ് ചെയ്തു. 3ാമത്തെ മാസം 9 ദിവസം കൂടുമ്പോൾ ജലം കുടിച്ചു എന്നാണ്, വെള്ളം മാത്രം കുടിച്ചു. പിന്നെ 5ാമത്തെ മാസമാകുമ്പോൾ 4ാമത്തെ മാസമാകുമ്പോൾ 9 ദിവസം കൂടുമ്പോൾ, എന്ന് വെച്ചാൽ പ്രാണൻ നിരുദ്ധമായി. പ്രാണനാണ് ഈ അന്നത്തിനെ ജീർണിപ്പിക്കുന്നതും ദഹിപ്പിച്ച് കളയുന്നതൊക്കെ. പതുക്കെ പതുക്കെ പ്രാണൻ നിരുദ്ധമായി. കാരണം തപസ് പ്രാണനെ കൊണ്ടാണ് ചെയ്യണത്. പ്രാണനാണ് മന്ത്രം, പ്രാണനാണ് ഗുരു. നമുക്ക് ഉപനയനമൊക്കെ ചെയ്യുമ്പോൾ പുരോഹിതൻ ബ്രഹ്മചാരിയോട് ചോദിക്കും, ആരുടെ അടുത്താണ് നീ പഠിക്കാൻ പോണത്? ആരാ നിൻ്റെ ആചാര്യൻ? കസ്യ ബ്രഹ്മചാര്യസി ചോദിക്കും. പ്രാണസ്യ ബ്രഹ്മചാര്യസ്മി, ഞാൻ പ്രാണൻ്റെ അടുക്കലാണ് പഠിക്കാൻ പോണത്. അപ്പോൾ പ്രാണൻ ഇവിടെ നിയമനമായി, പ്രാണൻ അങ്ങോട്ട് അടങ്ങി. പ്രാണോപാസനയാണ്. നമ്മൾ ഉപാസന എന്നൊക്കെ പറയുന്നതൊക്കെ പ്രാണോപാസനയാണ്. നമ്മൾ ഒരുപാട് ചിന്തിച്ചാൽ പ്രാണൻ പോവും, ഒരുപാട് ഉറങ്ങിയാൽ പ്രാണൻ പോവും, ഉറങ്ങിയിട്ടില്ലെങ്കിൽ പ്രാണൻ പോവും. പ്രാണൻ എന്ന് വെച്ചാൽ എനർജി, ഊർജം, സൂക്ഷ്മമായ ഊർജം പോയി പോകും. അതൊക്കെ സംഗ്രഹിക്കപ്പെട്ടു, കളക്റ്റഡായി മുഴുവൻ. എന്നിട്ട് 5ാമത്തെ മാസം ആകുമ്പോഴേക്കും സർവവും നിരുദ്ധമായി. അങ്ങനെ തസ്തൗ സ്ഥാണുരിവാചല, തൂണ് പോലെ നിന്നു എന്നാണ്, അചലമായിട്ട്. ഹൃദയത്തിൽ ഭഗവാന്റെ ദിവ്യരൂപം, അലൗകികമായ രൂപം സ്പന്ദിക്കാതെ അങ്ങനെ ഹൃദയത്തിൽ കാണുന്നു. പ്രാണൻ നിരുദ്ധമായി, ശരീരം ചലിക്കാതെ നിൽക്കുന്നു, ഏകപാദത്തിൽ നിൽക്കുന്നതാണ്, ഒറ്റ കാലിൽ അങ്ങനെ നിൽക്കുകയാണ്. യഥൈകപാദേന സ പാർത്ഥിവാർഭകഃ തസ്ഥൗ തദംഘുഷ്ട നിപീഡിതാമഹി.
ഭൂമി നിന്ന് വിറച്ചു അത്രേ തപസ് കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വം മുഴുവൻ പ്രാണനിലാണ് നിൽക്കുന്നത്, ദേവതകളൊക്കെ പ്രാണനിലാണ് നിൽക്കുന്നത്. പ്രാണൻ നിരുദ്ധമായതുകൂടെ ദേവതകളൊക്കെ ചെന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഭഗവാനെ എന്താ പ്രാണനിരോധം? ഔത്താനപാതിഹി മൈ സംഗതാത്മാ, ഈ ഉത്താനപാദൻ്റെ പുത്രൻ എന്നിൽ ലയിച്ചിരിക്കുകയാണ്, ഏകാഗ്രനിഷ്ഠയോടുകൂടെ ഇരിക്കുകയാണ്. ഭയപ്പെടണ്ട, ഒന്നും കുഴപ്പമില്ല, അവനെ ഞാൻ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊള്ളാം, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ദേവന്മാരോട് പറഞ്ഞു ഭഗവാൻ. ഒരു വൈഷ്ണവാചാര്യൻ പറഞ്ഞു, എന്തിനാ ഭഗവാനെ ഈ കുട്ടി 5 മാസമായല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടണു, പോയി നീ നാരദനെ എവിടെ പോയി കിടക്കണമെന്ന് ചോദിക്കാം. ഭഗവാൻ ചോദിച്ചു, നാരദ മഹർഷി എവിടെ? എന്തിനാ ഭഗവാൻ? അല്ല, എന്തു രൂപമാണ് വർണ്ണിച്ചു കൊടുത്തിരിക്കണമെന്ന് അറിയണമല്ലോ, കൊച്ചുകുട്ടിയല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പോയാൽ ഇതെല്ലാം ആൾ മാറിയെന്ന് മറ്റും പറഞ്ഞാലോ. അപ്പം നാരദ മഹർഷി വർണ്ണിച്ചു കൊടുത്ത രൂപത്തിൽ പോകേണ്ടതെന്നാണ്. അങ്ങനെ ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അത്രയാ, ഇന്ന പോലെ. ഭഗവാൻ അതിന് തയ്യാറായി. ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്നാണ്. എങ്ങനെ എന്നെ ധ്യാനിക്കുന്നു, എങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നു, അതേപോലെ ഞാനും അവരുടെ അടുത്തേക്ക് പോകും. മധുവനത്തിലാണ് തപസ്. വൃന്ദാവനത്തിൽ മധുവനത്തിൽ തപസ് ചെയ്യാണ്. ഹൃദയ താമരയിൽ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സവൈധിയാ യോഗ വിപാക തീവ്രയാ. അങ്ങനെ യോഗവിഭാഗം, യോഗം അങ്ങനെ പരിപക്വമായിട്ടിരിക്കുകയാണ്. ഭഗവാൻ ഗരുഡനിൽ കയറി പോകുന്നു. എന്തിനാ പോകണമെന്ന് വെച്ചാൽ ഭൃത്യ ദിദൃക്ഷയാഗത എന്നാണ്. തൻ്റെ ഭക്തനെ, തൻ്റെ ഭൃത്യനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടെ. കുട്ടി ഇവിടെ ഭഗവാനെ കാണാൻ തപസ് ചെയ്യുന്നതല്ല, ഭഗവാന് എനിക്ക് എൻ്റെ ഭക്തനെ കാണണമെന്ന് പറഞ്ഞു വരാത്രേ. ഭൃത്യതിദൃക്ഷയാഗത, കാണാനുള്ള ആഗ്രഹം. നോക്കൂ, രാമായണത്തിൽ ഇങ്ങനെയുണ്ട്. സർവവും വിട്ടിട്ട് വിഭീഷണൻ ശരണാഗതി ചെയ്തപ്പോൾ രാമൻ ഒരു നോട്ടം നോക്കി വിഭീഷണനെ. വാൽമീകി പറയണത് ലോചനാഭ്യാം പിബന്നിവ എന്നാണ്. എന്നുവെച്ചാൽ ആ ശരണാഗതി ചെയ്ത ഭക്തനെ കണ്ണുകൊണ്ട് കുടിക്കുന്ന പോലെ നോക്കിയത്രേ ഭഗവാൻ. ആ കണ്ണുകൊണ്ട് അങ്ങനെ കുടിക്കുക എന്നാണ്. കണ്ണുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഭഗവാനെയൊക്കെ നേത്രൈശ്വരോത്രൈശ്വപീത്വ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ ആ ഭക്തനെ അങ്ങനെ കണ്ണുകൊണ്ട് കുടിക്കുന്ന പോലെ നോക്കി എന്നാണ്. അത്ര പ്രിയത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ. അതുപോലെ ഇവിടെ തൻ്റെ ഭക്തനെ, ആ കുട്ടിയെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ ഭഗവാൻ പുറപ്പെട്ടു വരികയാണ്. മുമ്പിൽ വന്ന് നിന്നിട്ടും കുട്ടി കണ്ണു തുറക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഇങ്ങനെ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളിലങ്ങനെ പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുന്ന, അങ്ങനെയാണ് ധ്യാനിക്കുക ഭഗവാന്റെ ദിവ്യരൂപത്തിനെ. ശംഖചക്ര ഗദാപത്മനായി, നീലമേഘശ്യാമളനായി, പീതാംബരധാരിയായി, അങ്ങനെ ഭഗവാന്റെ രൂപത്തിനെ അങ്ങനെ കാണുമ്പോൾ പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുന്നതായിട്ടാണ് ഹൃദയത്തിൽ ദർശനം. നല്ല അസ്തമിക്കുന്ന സൂര്യൻ പോലെ, അല്ലെങ്കിൽ ഉദിക്കുന്ന സൂര്യൻ പോലെയുള്ള പ്രകാശത്തിൻ്റെ നടുക്കാണ് ആ ദിവ്യരൂപത്തിൻ്റെ, അലൗകിക രൂപത്തിനെ അങ്ങനെ ദർശിക്കുന്നത്. അങ്ങനെ ഹൃദയത്തിൽ ആ രൂപം ദർശിക്കുമ്പോൾ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം. ഭഗവാൻ മുമ്പിൽ അങ്ങനെ വന്ന് നിന്നപ്പോൾ ഹൃദയത്താമരയിൽ, ഇപ്പോൾ വേദമൊക്കെ തന്നെ ഇത് പറയുന്നുണ്ട്, ഒരു ഇടിമിന്നൽ പോലെ. നമുക്കിപ്പോൾ ലളിതാ സഹസ്രനാമത്തിലുണ്ട്, ദേവിയെ വർണ്ണിക്കുമ്പോൾ തടില്ലതാ സമരുചിഹി എന്നാണ്. ഒരു മിന്നൽ പിണറ് പോലെ, ഒരു മിന്നൽ പിണറ് പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം അങ്ങനെ വീശി. ഹൃത്പത്മകോശേ സ്ഫുരിതം തടിത്പ്രഭം തിരോഹിതം സഹസൈവ ഉപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ അങ്ങനെ പാഞ്ഞു, ഉള്ളിലുള്ള രൂപം അങ്ങോട്ട് മറിഞ്ഞു. എന്നുവെച്ചാൽ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന അലൗകിക രൂപം ഇന്ദ്രിയങ്ങളിലൂടെ വിജൃംഭിതമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും അങ്ങനെ വിജൃംഭണമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ബഹിസ്ഥിതം തദവസ്ഥം ദദർശ, ഉള്ളിലങ്ങനെ പ്രകാശിക്കുകയാണ്. അതിപ്പോൾ പുറത്ത് കണ്ടതും കുട്ടിയുടെ കോശങ്ങളിലൊക്കെ ആനന്ദമാണ്. തിരുവാചകത്തിൽ മാണിക്യവാചകർ പറഞ്ഞു, ശരീരമേ ഹൃദയമായിട്ട് തീർന്നു എന്നാണ്. ദേഹം മുഴുവൻ, ഓരോ കോശവും ഹൃദയമായിട്ട് തീർന്നു അത്ര, ഉരുകിക്കൊണ്ട്. അതുകൊണ്ട് ഭഗവാനെ ഇങ്ങനെ മുമ്പിൽ കണ്ടപ്പോൾ എന്ത് ചെയ്യണം അറിയില്ല. തദ്ദർശനേന,
അഗത സാധ്വസക്ഷിതൗ അവന്തദാംഗം വിനമയ്യ ദണ്ഡവത്. വീണങ്ങോട്ട് നമസ്കരിച്ചു. പിന്നെ എണീറ്റുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൃഗ്ഭ്യാം പ്രപശ്യന്, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. പ്രഭിപൻ ഇവാർഭക. ഇപ്പോൾ ഭക്തൻ ഭഗവാൻ എങ്ങനെ എടുത്തിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ വാരിക്കോരി കുടിക്കുന്ന പോലെ കാണുകയാണ്. പ്രഭിപൻ ഇവാർഭക, ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണം എന്ന് തോന്നുന്നു. ചുംബൻ ഇവാസ്യേന് ഭുജൈഹി ഇവ ആശ്ലിഷൻ. എന്താ ചെയ്യുക? എന്താണെന്ന് വെച്ചാൽ നടുക്കൊരു സ്പേസ് ഉണ്ടല്ലോ, അതില്ലാതാവണമെന്നാണ്. ഭഗവാന്റെ അടുത്ത് ഐക്യപ്പെടണം. അങ്ങനെ വീണ് നമസ്കരിച്ചു, കെട്ടിപ്പിടിച്ചു, ചുംബിക്കണം തോന്നി, സ്തുതിക്കണം തോന്നുകയാണ്. വായ തുറന്ന് ഒന്നും വരുന്നില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സതം വിവക്ഷന്തം അതദ്വിധം ഹരിഹി ജ്ഞാത്വാസ്യ സർവസ്യ ഹൃദി അവസ്ഥിത. അലൗകികമായ ദിവ്യരൂപം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്തു പറയും, എന്തു സ്തുതിക്കും, എങ്ങനെ പൂജിക്കും, എങ്ങനെ ആരാധിക്കും, എന്തു പറയും? അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. ഇല്ലേ, തേജസ്സിൽ നിബിഡമായിട്ടിരിക്കുന്നതിൻ്റെ നടുക്കാണ് അവിടെ പ്രകാശിച്ച് നിൽക്കുന്നത് രൂപമേ. അപ്പോൾ അതുപോലെ അത് മുമ്പിൽ കാണുകയാണെങ്കിലും തൻ്റെ ശരീരമൊക്കെ തന്നെ കോരിത്തരിച്ച് നിൽക്കുകയാണ്, ആനന്ദത്തിൽ ആറാടി നിൽക്കുകയാണ്. പറയാൻ വാക്കുകളില്ല, ഒന്നും വരുന്നില്ല, എങ്ങനെ സ്തുതിക്കുമെന്നറിയില്ല. കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന. വീണ് നമസ്കരിച്ചു, കൈകൂപ്പി നമസ്കരിച്ചതും. ഭഗവാന്റെ കയ്യിലുള്ള ശംഖ ഉണ്ടല്ലോ, ശബ്ദബ്രഹ്മമാണ്, വേദമാണത്. അതുകൊണ്ട് ഇങ്ങനെ സ്പർശിച്ചു അത്രേ. പസ്പർശബാലം കൃപയാ കപോലെ. പ്രഹ്ലാദനെ മടിയിലെടുത്ത് വെച്ച് തലയിൽ കൈവച്ച് ആശീർവദിച്ചു. ധ്രുവനെ അങ്ങനെ പ്രിയമായിട്ട് ഭഗവാൻ അങ്ങനെ കവിളിൽ അങ്ങനെ ഒന്ന് സ്പർശിച്ചു. ആ ക്ഷണത്തിൽ വേദമുള്ളിൽ ഉദിച്ചു. ആ ക്ഷണത്തിൽ അലൗകികമായ വാക്ക് ഉള്ളിലുദിച്ചു. നമുക്കൊക്കെ വാക്ക് എന്ന് പറയുന്നത് വെറും വൈഖരി ശബ്ദമാണ്. അതിനു മേലെ ഒന്നും നമ്മുടെ വാക്ക് പോവില്ല. മഹാപുരുഷന്മാരുടെ വാക്ക് പരാപശ്യന്തി, മധ്യമ, വൈഖരി എന്ന 4 പാദവും തൊട്ടാണ് വരുന്നത്. ചത്വാരി വാക് പരിമിത പദാനി താനി വിദുഹു ബ്രാഹ്മണ യേ മനീഷിണഃ. വേദം പറയണത് വാക്കിന് 4 പാദങ്ങളാണ്. 4 പാദവും ഋഷികൾക്കേ അറിയുള്ളൂ എന്നാണ്. പൃഥു മഹാരാജാവിൻ്റെ ചരിത്രം കേട്ടുമല്ലോ. പൃഥു ചോദിക്കണത് ഭഗവാന്റെ അടുത്ത്, എനിക്ക് മഹാപുരുഷന്മാർ ഭഗവത് തത്വം പറയുമ്പോൾ, ബ്രഹ്മതത്വം പറയുമ്പോൾ കേൾക്കണം. കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാറ്റ് മേലെ സ്പർശിച്ചാൽ പോലും ഉള്ളിലുള്ള ആത്മതത്വം പ്രകാശിക്കും. ഉള്ളിലുള്ള മറഞ്ഞു കിടക്കുന്ന ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും. സുധാ കണാനിലഹ എന്നാണ്. അതുപോലും മേലെ സ്പർശിച്ചാൽ എണീക്കും. പക്ഷേ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ മഹത്തമ അന്തർഹൃദയാത് മുഖച്യുത വിദത്സ്വ കർണായുതമേഷമേവരഹ. മഹാപുരുഷന്മാർ അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്നത് വായിക്കൂടെ വരണം. അല്ലാതെ വെറുതെ അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ പറയണത് വേണ്ട എനിക്ക്. അവർ ഹൃദയത്തിൽ അനുഭവിക്കുന്ന അനുഭൂതി വാക്കിലൂടെ വരണം. ആ വാക്കിൽ മൗനമുണ്ടാവും, ആ വാക്കിൽ ആനന്ദമുണ്ടാവും, ആ വാക്കിൽ മഹാഭാവം ഉണ്ടാവും, ആ വാക്കിൽ യോഗ ഉണ്ടാവും, ആ വാക്കിൽ പ്രേമം ഉണ്ടാവും. ആ വാക്ക് ചിദ്ഗർഭിണിയായിട്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്ക് കേൾക്കാനായിട്ട് എനിക്കൊരു 10,000 ചെവി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു വാക്കിനെ ഭഗവാൻ ഉണർത്തിവിടുകയാണ് ധ്രുവൻ്റെ ഉള്ളിലേക്ക്. ഒരു സ്പർശം. ഇപ്പം ഞാൻ ജ്ഞാനസംബന്ധരുടെ കാര്യം പറഞ്ഞു. ഒരു 3.5 വയസ്സ് കുട്ടി വേദതുല്യമായ കൃതികളൊക്കെ പാടാൻ പറ്റുമോ? എങ്ങനെ സാധിക്കും? അലൗകികമായ വിഷയങ്ങളെ ഒരു 3.5 വയസ്സ് കുട്ടി എങ്ങനെ പാടും? അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം. കാളിദാസൻ ഷോക്കായി പോവും. അങ്ങനത്തെ കൃതികളാണ് 5 വയസ്സിൽ പാടിയിരിക്കുന്ന ശങ്കരാചാര്യർ. ഇതൊക്കെ സാധാരണ നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ സാധിക്കും? ത്യാഗരാജസ്വാമികൾ 8 വയസ്സ് 9 വയസ്സിൽ കീർത്തനങ്ങളൊക്കെ രചിച്ചു. അദ്ദേഹം തന്നെ പറയണേ നാഭീ ഹൃത്കണ്ഠരസന എന്ന് പറയുന്നത്.
അടിയിൽ തൊട്ട് വരണം വായിലെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കിനെ ഉണർത്തിവിട്ടു ഭഗവാൻ. സവൈ തദൈവ പ്രതിപാദിതാം ഗിരം ദൈവീം പരിജ്ഞാത പരാത്മനിർണയ. ദൈവീ വാക്ക്, ദൈവീം വാചമജനയന്ത ദേവാഹ. വേദം തന്നെ പറയണു, ഋഷികൾ തപസ്സൊക്കെ ചെയ്തിട്ട് അത്രയോ തപസാശ്രമേണ എന്നാണ്. എത്രയോ തപസ് ചെയ്ത് ശ്രമം കൊണ്ട് ദൈവീ വാക്കിനെ ഉള്ളിൽ ഉണർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് ആ ദൈവീ വാക്ക് ഉണർന്നു, ഉള്ളിലങ്ങനെ ഭാവമുണ്ടായി, സ്തുതി ഉള്ളിൽ വന്നു, അലൗകികമായൊരു സ്തുതി ഉള്ളിൽ വന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാം അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മൾ എന്ത് പ്രഭാഷണമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ശ്ലോകമാണ് ആരംഭത്തിൽ എല്ലാവരും ചൊല്ലുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ ഭഗവാൻ ഉണർത്തട്ടെ എന്ന്. യഹ അന്തഃ പ്രവിശ്യ, ഏതൊരു ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഈ വാക്കിനെ ഉണർത്തുന്നു. വാക്കിനെ മാത്രമല്ല, അഖില ശക്തിധര, കൈ കാലമൊക്കെ. ഇപ്പോൾ ശവം വലിയ വലിയ ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മരിച്ചുപോയി. ഇനിയിപ്പോൾ അയാളെ എടുത്ത് പൊക്കണ്ടേ നമ്മൾ? അല്ലേ? നടന്നു പോയാൽ വേണ്ടില്ല അല്ലേ? ഗുസ്തിക്കൊക്കെ കനം നന്നായിരുന്നു. ഇപ്പോൾ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ എന്തു ചെയ്യും? പിടിച്ച് പൊക്കിക്കൊണ്ട് തന്നെ പോകണം ഇല്ലേ? നടക്കില്ലല്ലോ. ചിലരൊക്കെ പറയും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്ന് പറയും. അവിടെ ഒരു വയസ്സായ ഒരാൾ ഒരിക്കൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലിരിക്കുമ്പോൾ പറഞ്ഞു, നോക്കൂ, മരിക്കാനാവുമ്പോൾ അറിയണം, എന്നിട്ട് നേരെ പോയി ശ്മശാനത്ത് പോയി കിടക്കണം. അത്രയും ബുദ്ധിമുട്ട് പോലും ആർക്കും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സാധിച്ചാൽ വേണ്ടില്ല അല്ലേ? മരിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ കണ്ണുകൊണ്ട് രൂപം കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു, കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നു, ഉറങ്ങുന്നു. എല്ലാം യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതായിവ. ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, എല്ലാം പ്രവർത്തിക്കുന്നു. ആ ചൈതന്യ പോയി കഴിയുമ്പോൾ, സത്ത് പോയി കഴിയുമ്പോൾ, അതാണ് സത്ത് പോയി. നമ്മൾ പിന്നെ അത് ചത്തുപോയി ആയി. സത്ത് പോയി കഴിയുമ്പോൾ അസത്തായി, ജഡമായി, കൊണ്ടുപോയി കത്തിച്ച് കളയുന്നു. തീ വെച്ചാലും അറിയണില്ല. ഇപ്പോഴാണ് കൊതുക് കടിക്കുന്നു പറയും. കൊതുക് കടിച്ചാൽ പോലും സഹിക്കാൻ വയ്യ. മറ്റേത് തീ വെച്ചാലും ഒന്നും അറിഞ്ഞില്ല, കത്തിപ്പോയി. അപ്പോൾ ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ കണ്ണ് കാണുകയും ചെവി കേൾക്കുകയും മൂക്ക് മണക്കുകയും നാക്കു രുചിക്കുകയും ത്വക്ക് സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ മൈഥുനാനും ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈതത്. ഇതാണ് നചികേതസേ നീ ചോദിച്ച ആത്മാ എന്ന് പറഞ്ഞു കൊടുക്കുക യമൻ കഠോപനിഷത്തിൽ. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇത്രയൊക്കെ വേണ്ടു വിചാരത്തിന്. ജ്ഞാനവിചാരം എന്താ? ഇതാണ് ശരിയായ ജ്ഞാനവിചാരം. നമ്മൾ പതുക്കെ ഇങ്ങനെ ഏകാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഉള്ളിൽ ചോദിക്കുക, ആരാ അതിനകത്ത് ഇരിക്കണം? നോക്കൂ, മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇരുത്തിയാലൊന്നും കാണില്ല. ഇപ്പം ഞങ്ങൾക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഹംസവാഹനത്തിലാണ് കൊണ്ടുപോകാം. നല്ല 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 ഹംസം ഒക്കെ. ഞാൻ ആദ്യമൊക്കെ കാണുമ്പോൾ ഇത് ഭഗവാനെ കൊണ്ടുപോകണം പല്ലക്കായിരിക്കും വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായതൊക്കെ ശവം കൊണ്ടുപോകാനാണ്. അത് ശവമാണെന്നും അറിയില്ല, ഇരിക്കുന്നുണ്ടാവും. പൊതുവേ നമ്മൾ പറയാറുണ്ട് ഇവിടെ തേരിലിരിക്കണ പോലെ എന്ന് പറയും. അതുപോലെ അവരെ തേരിൽ പിടിച്ച് ഇരുത്തിയിട്ടൊക്കെയാണ് കൊണ്ടുപോവുക. പുഷ്പമൊക്കെ ഇട്ട് പടക്കം വെച്ച് ഒക്കെ കൊണ്ടുപോകും. എന്തെങ്കിലും അറിയുമോ? ഒന്നും അറിയില്ല. ധാരാളം പൂവ്, വഴിയിലൊക്കെ പൂവിടും, വാദ്യങ്ങളൊക്കെ വായിക്കും. മരിച്ചു കഴിഞ്ഞിട്ടേ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവനോടെ ഇരിക്കേണ്ട ഈ സമയത്ത് ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ ചോദിക്കുകയാണ്, ആരാണ് മരിക്കണത്? മരിച്ചു എന്ന് വെച്ചാൽ എന്താവും? എൻ്റെ ഉള്ളിൽ ഈ ചേതനയില്ല. ചേതനയില്ല എന്ന് വെച്ചാൽ ഞാനില്ല, ഞാൻ എന്നുള്ള ഈ അനുഭവം ഇല്ല, പിന്നെ ഒന്നും അറിയില്ല.
ഇപ്പോൾ ഈ ശരീരത്തിനകത്ത് ഞാൻ എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. യഹ അന്തഃപ്രവിശ്യ, ഇതിനകത്ത് പ്രവേശിച്ചിരിക്കണം. ഇപ്പോൾ പ്രവേശിച്ച് ഇതിനകത്ത് അഹമസ്മി, ഞാൻ, നാൻ, മേ, അഹം, ഐ, ഇതൊക്കെ ശബ്ദം വേറെയാണോ? പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്, ഒരേ വസ്തുവാണ്. അത് ഈ ഞാൻ എന്നുള്ളത് വേദാന്തം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളത് ഞാനാണെന്ന് നമ്മൾ പറയണു. വേദാന്തം പറയണു ഞാൻ എന്നുള്ളത് ഞാനല്ല, ഞാൻ എന്നുള്ളത് ഭഗവാനാണെന്ന് പറഞ്ഞു. ഒരു ഭക്തൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, നാമദേവൻ എന്ന ഭക്തൻ പറഞ്ഞു, ഭഗവത് കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാണ്ഡുരംഗ, ഇത്രയും കാലം എൻ്റെ ഉള്ളിലെ ഞാനാണെന്ന് വിചാരിച്ചിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നീയാണെന്നുള്ളത്. അപ്പോൾ ഉള്ളിൽ അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്യ മധ്യം ച ഭൂതാനാമന്ത ഏവച്ച. ഇതാണ് ഗീത എസൻസ്. എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപമായിട്ട് ഭഗവാൻ പ്രകാശിക്കണം. കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. എല്ലാവരുടെയും ആത്മാവായി കൃഷ്ണൻ ഉള്ളിൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ആ ചൈതന്യമാണ് നമ്മളുടെ ശരീരമൊക്കെ ചലിക്കുകയും വ്യവഹരിക്കുകയും ചിന്തിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യണം നമ്മൾ. അതുള്ളപ്പോൾ അത് പോയി കഴിഞ്ഞാലോ ജഡമായി പോയി, പിന്നെ കഴിഞ്ഞു അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഉള്ളപ്പോൾ നമ്മൾ ഉള്ളിൽ ശ്രദ്ധിച്ച അന്തര്യാമിയായ ദേവനെ സാക്ഷാത്കരിക്കാനായിട്ട് ഉള്ളിൽ ശ്രമിക്കുകയാണ്. ആരാണ് ഇതിനകത്തിരുന്ന് ഈ പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നത്, ചിത്തത്തിനെ ചലിപ്പിക്കുന്നത്? ആ പരമപുരുഷന്, ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞു ധ്രുവൻ. എന്നുവെച്ചാൽ ഭഗവാൻ ആ സാക്ഷാത്കാരം കൊടുത്തു കുട്ടിക്ക്. സ്പർശിച്ചതും ആ തത്വത്തിൻ്റെ സാക്ഷാത്കാരം ഉള്ളിലുണ്ടായി. ഹൃദയസ്ഥാനത്തിൽ ചൈതന്യമായി ചിത്തായി ഏതൊരു വസ്തു പ്രകാശിക്കുന്നു, ആ ഭഗവാന് നമസ്കാരം. ഈ ജ്ഞാനം ഭഗവത് കൃപ കൊണ്ട് വരണം. ത്വദ്ദത്തയാവയുനയാ, നീ തരുന്ന ജ്ഞാനം ഭഗവാന്റെ കൃപ കൊണ്ട്, ആത്മകൃപ കൊണ്ട് ആത്മാവിനെ അറിയണം എന്നാണ്. അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് ഇതാ അറിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാവിനും അങ്ങ് കൊടുത്ത കൃപ കൊണ്ടാണല്ലോ സാക്ഷാത്കാരം ഉണ്ടായത്. അങ്ങനെ അങ്ങയെ കാണാമെന്നിരിക്കുമ്പോൾ മനുഷ്യരൊക്കെ ഈ ലൗകിക വിഷയത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പുറകെയൊക്കെ എന്തിനാണ് നടക്കുന്നത്? മറ്റു പല കാര്യങ്ങളും ഇനി എനിക്ക് വേണ്ട. നോക്കൂ, കുട്ടി വലിയ സാമ്രാജ്യ പദവി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. രാജാവണം, ഉത്തമനേക്കാളും വലിയ രാജാവാണ് എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ്, ഒരു ലൗകിക ആഗ്രഹവും കൊണ്ടാണ് വന്നത്. പലപ്പോഴും ഭക്തിമാർഗത്തിൽ അതുകൊണ്ടാണ് കാമന ഭക്തിയായിട്ട് വന്നാലും നമ്മൾ തടുക്കാറില്ല. ചെയ്തോട്ടെ, എപ്പോഴാണ് അത് ഉത്തമ ഭക്തി ആവുക എന്ന് പറയാൻ വയ്യ. ഇപ്പോൾ ഭട്ടതിരിയും ആർത്തഭക്തിയോടുകൂടെ ഓരോ ദശകത്തിലും പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഭഗവാനെ ഈ ദേഹാഭിമാനം എടുത്തു കളയുന്നു, ഈ ദേഹം ഞാനാണെന്നുള്ള അഭിമാനം എടുത്തു കളയൂ, എനിക്ക് ഭക്തി തരുമെന്ന്. ദുർവാരോ ദേഹമോഹോ യതി പുനരധുന തർഹി നിശേഷ രോഗാൻ ഹിത്വ ഭക്തിം ദൃഢിഷ്ടാം കുരു തവപദ പങ്കേരുഹേ പങ്കജാക്ഷ. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഈ ശരീരം കിട്ടിയിരിക്കുന്നു ഭഗവാനെ, ഇനിയും മോഹിപ്പിച്ച് കളയരുത്, എന്നെ തള്ളിക്കളയരുത്, എനിക്ക് ഭക്തി തരൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ വ്യാധിയൊക്കെ ഭഗവാന്റെ അടുത്ത് വരാൻ കാരണവും, ചിലപ്പോൾ ദാരിദ്ര്യം ഭഗവാന്റെ അടുത്ത് വരാൻ കാരണവും, ചിലപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് വരാൻ കാരണവും. അങ്ങനെ തന്നെ വരണം എന്നില്ല, പക്ഷേ പൊതുവെ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് വൈരാഗ്യമൊക്കെ വരുന്നതും ജ്ഞാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടാവുന്നതും പരമാർത്ഥമായ സത്യത്തിനെ അന്വേഷിക്കുന്നതും. ചിലപ്പോൾ ലൗകികമായ ചില ദുഃഖങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. പരിഹരിക്കാൻ പറ്റാതാവുമ്പോൾ എന്ത് ചെയ്യും? അതിനെ അങ്ങോട്ട് വിട്ടുകളയും. വിട്ടുകളഞ്ഞ് ശ്രദ്ധയെ പരമാർത്ഥമായ സത്യത്തിലേക്ക് തിരിക്കും. അപരിഹാര്യേർത്ഥേനത്വം ശോചിതുമർഹസി. ഭഗവാൻ പരിഹരിക്കാൻ കഴിയില്ലേ, ശരി വിട്ടേക്കും. ഇനി അപരിഹാര്യമായ വിഷയത്തിലേക്ക് മനസ്സിനെ അതിലേക്ക് വിടണ്ട. ശാശ്വതമായ വസ്തുവിലേക്ക് മനസ്സിനെ തിരിച്ചുവിടൂ, സത്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടൂ, ഭഗവാനിലേക്ക് മനസ്സിനെ തിരിച്ചുവിടും. ഇപ്പോൾ ധ്രുവൻ ആഗ്രഹത്തോടു കൂടിയാണ് ഈ കുട്ടി വന്നതെങ്കിലും ഇപ്പോൾ ആഗ്രഹമൊന്നും കാണാനില്ല. എന്താണെന്ന് വെച്ചാൽ വഴിയിൽ നാരദ മഹർഷി ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചില്ലേ, ആഗ്രഹമൊക്കെ പോയി.
ഡിലീറ്റായി, ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഡിലീറ്റായി. ഇപ്പോൾ ചോദിക്കാൻ അങ്ങോട്ട് മറന്നു. രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വിവേകാനന്ദ സ്വാമി നരേന്ദ്രനാഥ് ആയിട്ടിരിക്കുമ്പോൾ വീട്ടിൽ കുടുംബത്തിൽ വലിയ ദാരിദ്ര്യം, കഷ്ടം, ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞു, നോക്കൂ എനിക്ക് വല്ലാത്ത വിഷമാണ്, അമ്മയുടെ അടുത്ത്, ഭവതാരിണിയുടെ അടുത്ത്, ദേവിയുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് എൻ്റെ ഈ കഷ്ടങ്ങളൊക്കെ നീക്കി തരുമോ, അല്ലെങ്കിൽ അമ്മയില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ ബുദ്ധിയിൽ തോന്നുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ അങ്ങോട്ട് വന്നു പോകും. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ത്വരയാണപ്പോൾ. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, നീ തന്നെ പോയി പറ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ആ അമ്പലത്തിലുള്ള ഘോരരൂപത്തിലൊന്നും വിശ്വാസമില്ല. നിങ്ങൾക്കാണല്ലോ അതൊക്കെ പ്രത്യക്ഷമായിട്ട് കാണണം, വർത്തമാനം പറയുകയൊക്കെ ചെയ്യണം, നിങ്ങൾ പോയി എനിക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ രാമകൃഷ്ണദേവൻ 15-16 വയസ്സേ ഉള്ളൂ. രാമകൃഷ്ണദേവൻ പറഞ്ഞു, കുട്ടി അങ്ങനെയൊന്നും നടക്കില്ല, നിൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ട്, നീ വെറുതെ ഇല്ലാത്ത പോലെ നടിക്കുക, പോയി പറയൂ, പോയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നേരെ അകത്ത് പോയി ഭവതാരിണിയുടെ സന്നിധിയിൽ പോയി. സന്നിധി പോയിട്ട് പറഞ്ഞു, അമ്മേ ബ്രഹ്മമയ്യും എനിക്ക് ഭക്തി തരൂ, എനിക്ക് ജ്ഞാനം തരൂ, വൈരാഗ്യം തരൂ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. കുറേ നേരം അവിടെ കണ്ണീരോടുകൂടെ നിന്നിട്ട് തിരിച്ചു വന്നു. രാമകൃഷ്ണദേവൻ ചോദിച്ചു, വീട്ടിലുള്ള ബുദ്ധിമുട്ടൊക്കെ തീരാൻ ചോദിച്ചു. മറന്നുപോയി. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പണിയെടുത്തതാണേ, മറന്നുപോയി എന്ന് പറഞ്ഞു. മണ്ടൻ. ഭക്തി, ജ്ഞാനവും വൈരാഗ്യമൊക്കെ ചോദിക്കാനാണോ താൻ വന്നത്? പോയി ചോദിക്കൂ, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ തീരണമെന്ന് പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെയും പോയി അവിടെ എത്തിയപ്പോൾ, അമ്മേ എനിക്ക് ഭക്തി തരൂ, ജ്ഞാനം തരൂ, വീണ്ടും ചോദിച്ചു. വീണ്ടും മറന്നുപോയി. തിരിച്ചു വന്നു. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം കോൺഷ്യസ് ആയിട്ട് തന്നെ ഇനി ഈ വേണ്ടാത്തരം ചോദിക്കേണ്ടെന്നത്. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു, നോക്കൂ നിനക്കിത് സാധിക്കില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കില്ല, ഇത് നീ തന്നെ മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പറഞ്ഞു വെച്ചതെന്ന്. അതുപോലെ ധ്രുവന് തപസ് ചെയ്ത് ഞാൻ വലിയ ആളാവും എന്ന് സങ്കല്പിച്ചിട്ടാണ് വന്നത്. പക്ഷെ നാരദ മഹർഷിയുടെ സ്പർശം ലൗകിക ആഗ്രഹങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞു. ഭഗവാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഭക്തിം മുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗഃ ഭൂയാദനന്തമഹതാം അമലാശയാനാം ഏനാഞ്ജസാ ഉൽബണം ഉരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഭക്തിം മുഹു പ്രവഹതാം, എൻ്റെ ഉള്ളിൽ ഭക്തി ഇങ്ങനെ ഒഴുക്കെടുത്ത് നദി ഗംഗാപ്രവാഹം പോലെ ഒഴുകട്ടെ ഭഗവാനെ. എനിക്ക് നിത്യനിരന്തരം ഭഗവത് ധ്യാനം ഉണ്ടാവട്ടെ. ഭക്തി എന്താണ്? ഭഗവത് ധ്യാനമാണല്ലോ, വിച്ഛിത്തിയില്ലാത്ത ഭഗവത് ധ്യാനമാണല്ലോ ഭക്തി. എൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആ ഭക്തിയുടെ പ്രവാഹം ഉണ്ടാവട്ടെ. ഭക്തിം മുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗഃ. ലൗകിക സംഘമൊക്കെ വിട്ടിട്ട് ഭഗവാന്റെ അടുത്ത് അത്യാസക്തി സംഘം ഉണ്ടാവട്ടെ എനിക്ക്. അതുമാത്രമല്ല, അമലാശയനാം പരമപരിശുദ്ധന്മാരായ മഹാപുരുഷന്മാർ, നാരദ മഹർഷിയെ പോലെയുള്ളവരുടെ സംഘം എനിക്ക് കിട്ടട്ടെ, സത്സംഗം എനിക്ക് കിട്ടട്ടെ. ഭൂയാദനന്തമഹതാം അമലാശയാനാം പ്രസംഗഃ, അവരുടെ സംഘം എനിക്ക് ഉണ്ടാവട്ടെ. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ, ഇതാ ഈ സത്സംഗത്തിലിരിക്കും, എന്താ പ്രയോജനം? അത്രയും നേരം മൊബൈൽ നോക്കാതിരുന്നില്ലേ ഇല്ലേ? ആളുകൾക്ക് ഈ മൊബൈലിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലേ? ഏറ്റവും അപകടം പിടിച്ച് കിടക്കുക അതിനകത്ത്. അപ്പോൾ എളുപ്പത്തിൽ ഉൽബണം, ഉരുവ്യസനം. ഈ കൊച്ചുകുട്ടി പറയുകയാണ്, ഈ സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞു, ഉൽബണം എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കവയ്യാത്ത ദുഃഖം. ഉരുവ്യസനം, പല വിധത്തിലുള്ള ദുഃഖം. ഏത് വഴിക്കാ വിഷമം വരിക, ഏത് വഴിക്കാ പ്രശ്നം വരിക എന്നറിയില്ല. അതാണല്ലോ ലോകത്തിലെ ജീവിതം. ഇതൊന്നും വിചാരിച്ചതേ ഇല്ല കേട്ടോ എന്ന് പറയും. എല്ലാവരുടെ കാര്യവും അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല, ഇതുപോലത്തെ ദുഃഖം വരുമെന്നൊക്കെ വിചാരിച്ചില്ല, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് ലൗകിക ജീവിതത്തിൽ പ്രതിദിനം ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പല വിധത്തിലെ കഷ്ടങ്ങൾ. ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് മനുഷ്യൻ ഇരിക്കുന്നത്. ഉരുവ്യസനം,
അങ്ങനെ ഇരിക്കുന്ന ഈ സംസാരത്തിൽ ഭഗവാനെ സത്സംഗം കിട്ടിയാൽ, ഭക്തി കിട്ടിയാൽ, പാനമത്ത ചിലരിങ്ങനെ കള്ളു കുടിച്ചിട്ടേ, ഇപ്പം ലോകത്തിലെ ആളുകൾ അങ്ങനെയാണ്, പ്രശ്നം പരിഹരിക്കാൻ വയ്യെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചോ, ഇതിങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആക്കുക. ഭൂലോകം തരികിട തകർത്തയുന്നതാണ്. ലോകം അങ്ങോട്ട് മറന്നു പോകും. ഇത്തിരി ഉള്ളിൽ പോയാൽ ഭൂലോകം തരികിട തകർത്തായി. ഒന്നും കുടുംബമോ പ്രശ്നമോ ഒന്നും അറിയില്ല. എളുപ്പ വഴിയാണ്. കേരളം മുഴുവൻ, മധ്യ കേരളമല്ല, മധ്യ കേരളമാണ്. അങ്ങനെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. അങ്ങനെ എവിടെ ചെന്നാലും മനസ്സിനെ ചുവട്ടിലേക്ക് കൊണ്ടുപോവാണ്, താഴ്ന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. താണു പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ താണു കിടക്കുകയാണ്, ഇനിയും താണു പോവുകയാണ്. കാരണം ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഇത് കുടിക്കാനും പ്രചരിപ്പിക്കുകയാണ്. എല്ലാവരും തുടങ്ങി അതിനകത്തേക്ക് വീണു. ജീവിതം ദുരിതമാവുകയാണ്, കുടുംബങ്ങളൊക്കെ ദുരിതമാവുകയാണ്, പ്രശ്നങ്ങളാവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ വിഷമമൊന്നും അറിയാതിരിക്കാനൊരു വഴി. അതിന് നല്ല വഴിയാണ് പറയണത്. ഭവദ്ഗുണ കഥാമൃതപാനമത്ത, മനസ്സിന് ഉയർന്ന സത്സംഗത്തിലേക്ക് ഉയർത്താം, ഭഗവത് കഥയിലേക്ക് ഉയർത്താം, സാത്വികമായ മണ്ഡലത്തിലേക്ക് ഉയർത്താം. മനസ്സ് പ്രസന്നമാവും, ശാന്തമാവും, ക്രമേണ ജ്ഞാനമുണ്ടാവും, അറിവുണ്ടാവും, ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള വഴിയുണ്ടാവും. തരതി അന്യാനപിതാരയതി എന്നാണ്. അവർ തരണം ചെയ്യും, മറ്റുള്ളവരെ തരണം ചെയ്യിപ്പിക്കുകയും ചെയ്യും. സാധുക്കൾ, അങ്ങനെയുള്ള പരമഭാഗവത പ്രസംഗ, അങ്ങനെയുള്ള പരമഭാഗവതന്മാരുടെ സംഘം ഉണ്ടായി, ഭഗവത് കഥാശ്രവണം ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ ഭാഗവതത്തിലൊരു രുചി ഉണ്ടായി, ഒരു ഏകാന്തത്തിലിരുന്ന് ഭാഗവതം വായിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ തന്നെ പലതും മറന്നുപോകും. വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതൊന്നും തീർന്നിട്ട് ഒരാൾക്ക് ജീവിക്കാനൊക്കില്ല. നമ്മൾ മറ്റുള്ളവരെയൊക്കെ കണ്ട് വിചാരിക്കുക അവരൊക്കെ നോക്കൂ എത്ര സന്തോഷമായിട്ടിരിക്കണം. ഒരുപാട് ആളുകൾ പറയണതാണ് അവരൊക്കെ സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്കൂ, അറിയാം. അവരോട് പോയി ചോദിച്ചു നോക്കൂ, അടുത്ത് ചെന്ന് ചോദിച്ചു നോക്കൂ. അതാണ് ബുദ്ധൻ പറഞ്ഞത്. കുറേ കുട്ടി മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞു, മരണമേ നടക്കാത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് കടുക് വാങ്ങിച്ചുകൊണ്ട് വരും, കടുക് വെള്ളം എന്തോ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവർ എല്ലാ വീട്ടിലും പോയി ചോദിച്ചാൽ എല്ലാ വീട്ടിലും മരണമാണ്. പല ആളുകളും നമ്മളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉള്ളിലെന്താ, ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമാണ്. മുമ്പിലൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും, അപ്പുറം തനിയെ ഇരിക്കുമ്പോൾ വരും, സ്വാമി ഒന്ന് പറയേണ്ടത്. അതാണ് ഇന്നലെ പറഞ്ഞ്, ഒരു ചെക്കൻ 8 വയസ്സ് കുട്ടി സ്വാമിയുടെ അടുത്ത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. ഇത്രയേ ഉള്ളൂ നരന്ത്. അടുത്ത് വന്നിട്ട് പറയാം ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞു പോടാതെ, ഓടിച്ചു വിട്ടു. ആരോ പറയണത് കേട്ടിട്ട് കൊച്ചുകുട്ടി 8 വയസ്സ് കുട്ടി പറയും ടെൻഷൻ അത്ര. വലിയവരൊക്കെ പറയണത് കേട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ ഇത് ലോകം മുഴുവനും ഈ പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. നമുക്ക് മാത്രമല്ല, ഇവിടെ ജനിച്ചാൽ കൂടെ ഇതൊക്കെ പോരും. ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷാനുദർശനം, എല്ലാ സ്ഥലത്തും ഉണ്ട് ദുഃഖം. അതാണ് ഈ കൊച്ചുകുട്ടി പറയണത്. പൂർവ്വജന്മ സംസ്കാരത്തിൻ്റെ ബലത്തിൽ പറയാണ് ഉൽബണം ഉരുവ്യസനം ഭവാബ്ധിം. ഇവരൊന്നും വിഷമം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു ചെറിയ അമ്മ ചീത്ത പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും മനസ്സിലാക്കി ലോകം എങ്ങനെയാണെന്ന്. പ്രഹ്ലാദനും പറയുന്നുണ്ട്. പ്രഹ്ലാദന് കുറേ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് പ്രഹ്ലാദൻ, ഇല്ലേ? മലയുടെ മേലെന്ന് ഉരുട്ടുകയും വിഷം കൊടുക്കുകയും തീയിലിടുകയും ഒക്കെ ചെയ്തു. എങ്കിലും പ്രഹ്ലാദൻ സംസാരികളുടെ ദുഃഖമാണ് പറയണത്. നരസിംഹസ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു എനിക്കിതൊന്നും പേടിയില്ല. നാഹം വിവേമി അജിതതേ അതിഭയാനകാസ്യം. ഈ മുഖമൊന്നും കണ്ട് ഞാൻ ഭയപ്പെടില്ല. പക്ഷേ ഈ സംസാരത്തിലുള്ള ദുഃഖം ഉണ്ടല്ലോ, ലോകത്തിലുള്ള ദുഃഖം, അത് കാണുമ്പോൾ എനിക്ക് പേടി തോന്നും. ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്ര കഥനാത് ഗ്രസതാം പ്രണീത. എനിക്ക് ഈ ലോകത്തിലുള്ള ജീവിതം കാണുമ്പോൾ, ഇവിടുത്തെ ദുഃഖമൊക്കെ കാണുമ്പോൾ പേടി തോന്നുന്നു എന്നാണ്. എന്താണെന്ന് വെച്ചാൽ എത്രയോ ജന്മത്തിലെ സംസ്കാരം, മെമ്മറി ഉണ്ടേ, ഡാറ്റ ഉണ്ട് ഉള്ളിൽ. ആ ഡാറ്റ ഒക്കെ കളക്റ്റായിട്ടാണ് വലിയ വലിയ മഹാപുരുഷന്മാരൊക്കെ ജനിക്കുന്നത്. രമണ മഹർഷി 16-17 വയസ്സിൽ പോയി. അദ്ദേഹം പറഞ്ഞു അരുണാചലേശ്വരൻ്റെ അടുത്ത്, ഭഗവാനെ അങ്ങ് ചെയ്ത കൃപയ്ക്ക് ഞാൻ എന്ത് കൈമാറി ചെയ്യും? പാഴിനിൽ വീഴാതെ ഏഴയെ കാത്തു ഉൻ പദത്തിൽ ഇരുത്തി വൈത്തനയെ. ഞാൻ പാഴിൽ വീണു പോയിട്ടുണ്ടാവുന്നതാണ്.
ശൂന്യത്തിൽ വീണ് പോയിട്ടുണ്ടാവും. ആ ശൂന്യത്തിൽ വീഴുന്നതിന് മുമ്പ് എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ആ പരമപദത്തിൽ പിടിച്ചിരുത്തിയല്ലോ, ആ അനുഭൂതിയുടെ മണ്ഡലത്തിൽ ഇരുത്തിയല്ലോ. ഈ ഒരു അനുഗ്രഹത്തിന് ഞാൻ എന്തു പറയുമെന്ന് പാഴ് എന്നാണ് പറയണത്. പക്ഷേ കുറേ വയസ്സായി കുറേ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ ആളുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ പറയണം, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. സ്വയം അനുഭവിക്കണമെന്നില്ല, മറ്റുള്ളവർ അനുഭവിക്കുന്നത് കണ്ടാലും മതി. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആചാര്യസ്വാമികൾ ധാരാളം കണ്ടിട്ടുണ്ടാവും വിഷമങ്ങൾ, പല ആളുകളുടെയും ദുഃഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ ധ്രുവൻ പറയണത്, ഭഗവാനെ ഇതൊന്നും എന്നെ സ്പർശിക്കാതിരിക്കാൻ ഞാൻ ഈ കഥാശ്രവണത്തിൽ രസിച്ച് ഭഗവത് കഥകളൊക്കെ കേട്ട് ഈ കഥാകഥനവും കഥാശ്രവണവും ഒരു സമാധിയാണ്. അങ്ങനെ നല്ല മഹാപുരുഷന്മാർ ഭഗവത് അനുഭൂതി രസത്തോടുകൂടെ കഥ പറയുമ്പോൾ ഇരുന്ന് കേൾക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതൊരു സമാധിയാണ്. അത് നമ്മളെ മറന്നു പോകും, ലോകം മറന്നു പോകും, ശരീരം മറന്നു പോകും. ഇപ്പോൾ വെൺമണി തിരുമേനി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തിരുമേനി ഒരിക്കൽ പറയണത് കേട്ടിട്ടുണ്ട്, വാഴക്കുന്നത്തിൻ്റെ കഥ പറയണതും ആളുകളിങ്ങനെ ബോധം കെട്ടും മയങ്ങി കിടക്കണതും ആ ഭാവസ്ഥിതിയിൽ. അപ്പോൾ ഭഗവത് കഥ കൊണ്ടുവരുന്ന വൈരാഗ്യം, ഭഗവത് കഥ കൊണ്ടുവരുന്ന ജ്ഞാനം, ഭഗവത് കഥ കൊണ്ടുവരുന്ന അനുഭൂതി, ചിത്തശുദ്ധി, മനസ്സാകുന്ന സരസിനെ അത് നിർമ്മലമാക്കി തീർക്കും. നിത്യാനന്ദ രസാലയം സുരമുനി സ്വാന്താംബുജാതാശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃദ് സദ്വാസനാവിഷ്കൃതം ശംഭുധ്യാന സരോവരം വ്രജ മനോഹംസാവതം സ സ്ഥിരം കിം ക്ഷുദ്രാശ്രയ പൽവലഭ്രമണ സഞ്ജാത ശ്രമം പ്രാപ്സ്യസി എന്ന് ശിവാനന്ദലഹരിയിൽ ഭഗവത്പാദർ മനസ്സാകുന്ന രാജഹംസമേ നീ ഈ നിത്യാനന്ദ രസാലയത്തിൽ പോയിരിക്കും എന്നാണ്, സത്സംഗത്തിൽ പോയിരിക്കും, ഭഗവത് ധ്യാനത്തിൽ പോയിരിക്കും. അങ്ങനെ ഭഗവത് ധ്യാനം ഉണ്ടാക്കുന്നതാണ് സത്സംഗം. ഭഗവത് കഥാശ്രവണം ചെയ്യുമ്പോൾ ഭഗവത് ധ്യാനം ഉണ്ടാവും. അത് എൻ്റെ ഹൃദയത്തിൽ വരട്ടെ. എൻ്റെ മനസ്സ് ലൗകിക വിഷയത്തിൽ പോയി വീണ് ദുഃഖിച്ച് കരഞ്ഞും കൊണ്ടിരിക്കാതിരിക്കട്ടെ. ഭഗവത് പ്രാപ്തി, ഭഗവത് സുഖം, ഭഗവത് ധ്യാനം, ആ ഭാവസമാധി എൻ്റെ ഉള്ളിലുണ്ടാവട്ടെ എന്നാണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ ധ്രുവനെ പരിപൂർണമായി ആശീർവദിച്ചു. പക്ഷേ പൂർവ്വസങ്കല്പമൊന്നുണ്ടല്ലോ രാജാവണം എന്ന്, അതുകൊണ്ട് അതും കൂടെ ആശീർവദിച്ചു. ധ്രുവൻ അതത്ര ഇഷ്ടമായില്ല. ധ്രുവൻ വിചാരിച്ചു ഭഗവത് ദർശനം കൊണ്ട് ഞാൻ പരമഭാഗവതനായിട്ട് അങ്ങനെ ഇരിക്കും, പക്ഷേ രാജാവായിട്ടിരിക്കണം, നിയതി. അപ്പോൾ ധ്രുവൻ പോകുമ്പോൾ വിചാരിച്ചു ഞാൻ എന്തൊരു ഭാഗ്യം കെട്ടാളാ. നോക്കൂ, നമ്മളൊക്കെ ധ്രുവനെ വിചാരിക്കും ഭഗവത് ദർശനം കിട്ടിയല്ലോ, ദർശനം കിട്ടി. പക്ഷെ ധ്രുവൻ പറയണത് ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത. ഭവച്ഛിതനായ ഭഗവാനെ കണ്ടിട്ട് രാമകൃഷ്ണ പരമഹംസർ പറയുന്ന പോലെ രാജാവിന് ഒരാളെ പിച്ചക്കാരനെ ഇഷ്ടമായി, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇന്നതൊക്കെ കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല, ഒരു കുമ്പളങ്ങ കിട്ടിയാൽ വേണ്ടില്ല എന്ന് പറഞ്ഞത്. രാജാവിൻ്റെ അടുത്ത് പോയിട്ട് കൂട്ടാൻ വയ്ക്കാൻ കുമ്പളങ്ങ ചോദിച്ച പോലെ ഞാൻ ഭഗവാന്റെ അടുത്ത് പോയി തിരിച്ച് ഈ രാജ്യമാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഭഗവാനെ എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറഞ്ഞു നിനക്ക് തിരിച്ച് വീണ്ടും ആ സ്ഥിതി കിട്ടും. അങ്ങനെ കുറച്ചു കാലം ഗംഭീരമായി രാജ്യഭരണമൊക്കെ ചെയ്തു. നാരദ മഹർഷി അപ്പോഴേക്കും ഉത്താനപാദനെയും ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരൊക്കെ ധ്രുവനെ വന്ന് പരമപ്രിയത്തോടുകൂടെ സ്വാഗതം ചെയ്തു കൊണ്ടുപോയി. ധ്രുവൻ ചക്രവർത്തിയായി. ഉത്തമൻ പിന്നീട് ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി. പിന്നീട് ധ്രുവൻ ആ സമയത്ത് യുദ്ധം ചെയ്യുമ്പോൾ മനു വന്ന് ധ്രുവന് ഭഗവത് തത്വം വീണ്ടും ഉപദേശിക്കുന്നു. പിന്നീട് ഭഗവന്നിഷ്ഠനായിട്ട് തീർന്ന് ധ്രുവന് ധ്രുവപദവി ഭഗവാൻ നൽകി. അങ്ങനെ ഉയർന്ന പദത്തിൽ ധ്രുവൻ പ്രതിഷ്ഠിതനായി. ഇങ്ങനെ ധ്രുവചരിത്രം, ധ്രുവസ്തുതി. ഈ ധ്രുവസ്തുതി നമ്മൾ നിത്യം പാരായണം ചെയ്യണം. ധ്രുവസ്ഥിതിയിൽ ഈ പറഞ്ഞ 2 ശ്ലോകമെങ്കിലും വെച്ചാലും മതി നമുക്ക്. യോന്തഃ പ്രവിശ്യവും ഭക്തി മുഹുപ്രവഹതാം. ഇത് 2 എണ്ണം നമ്മളുടെ ഒരു പാരായണത്തിൽ വെച്ചാൽ തന്നെ നമുക്ക് ഭാഗവതത്തിൻ്റെ മഹിമ അതാണ്. ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കഥകൾ ഒരിടം ഇപ്പം നമുക്ക് ആദ്യമൊക്കെ തോന്നും പഞ്ചമസ്കന്ധത്തിൽ ഈ നരകവർണ്ണനയും ഭൂഗോളവർണ്ണനയും ഖഗോളവർണ്ണനയും ബോറടിക്കും. കുറേ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അർത്ഥമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അതിനകത്ത് മുഴുവൻ ഭഗവത്
ദർശനമാണതൊക്കെ, സമാധി ഭാഷയാണ്. അതിലൊക്കെ മന്ത്രങ്ങളും ഭഗവാന്റെ അലൗകിക രൂപവർണ്ണനയും വിശ്വം തന്നെ ഭഗവാന്റെ ശരീരമായിട്ട് വർണ്ണിക്കുകയും, അങ്ങനെ അതൊക്കെ തന്നെ ഒന്നും തന്നെ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. അങ്ങനെ ഭാഗവതത്തിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഒരു അമ്പലത്തിൽ പോകുന്ന പോലെ ഓരോരോ സന്നിധിയാണ്. ഭഗവാന്റെ ദിവ്യരൂപം, സ്തുതി, കഥകൾ, ഉപദേശം, ഇങ്ങനെ ജീവിതം ധന്യമാവാൻ ഒരേ ഒരു ഗ്രന്ഥം മതി, ഈ പരമഹംസ സംഹിത. ഈ പരമഹംസ സംഹിത എന്നാണ് ഭാഗവതത്തിന് ഒരു പേര്. പല പേരുകളുണ്ട്. ജ്ഞാനപ്രദീപം എന്നൊരു പേര്, ഇങ്ങനെ പല പേരുകൾ ഭാഗവതത്തിനുണ്ട്. ഈ പരമഹംസ സംഹിത നമ്മൾ തുടർന്ന് ശ്രവണം ചെയ്യാണ്. ഇനിയും ധാരാളം ഭാഗവത കഥകൾ നിങ്ങൾ കേൾക്കാൻ പോണു, രസിക്കാൻ പോണു, അനുഭവിക്കാൻ പോകുന്നു. നാളെയും തുടർന്ന് ഇതേ സമയം നമുക്ക് പ്രഭാഷണം ഉണ്ടാവും. നാളെ എന്താ വിഷയം ഓർമ്മയില്ല. നാളെ നമ്മൾ നാളത്തെ പ്രഭാഷണത്തിൽ കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, जानकीकान्तस्मरणं. हर नमः पार्वतीपतये.